പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, പാതാളത്തിന്റെ ഗോപുരങ്ങൾ. അത് മലയാളം, എന്നാൽ ഇംഗ്ലീഷ് അങ്ങനല്ല. The doors of hell എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ വാതിലുകൾ അതിനെ ജയിക്കയില്ല. സ്വതന്ത്രം പറഞ്ഞാട്ട് പാതാളത്തിന്റെ ഗോപുരങ്ങളല്ല, നരകത്തിന്റെ വാതിലുകൾ അതിനെ ജയിക്കയില്ല. സ്വതന്ത്രം പറഞ്ഞാട്ട് അങ്ങനെയാണെങ്കിൽ പത്രോസാണ് പാറയെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയോ നിങ്ങളോട് തർക്കിക്കുകയോ ഒക്കെ ചെയ്യാൻ വരുമ്പോ സൗമ്യതയോട് പറയണം, പത്രോസാണ് പാറയെങ്കിൽ, പത്രോസിന്റെ മേലാണ് ദൈവസഭ പണിതതെങ്കിൽ അതിനെ ആര് ജയിക്കാൻ പാടില്ല? പാതാള ഗോപുരങ്ങൾ ജയിക്കാൻ പാടില്ല. കർത്താവ് ഇത് പറഞ്ഞതിന്റെ അടുത്ത ദിവസം തന്നെയല്ലേ അവൻ പിശാചിന്റെ മുമ്പിൽ പറഞ്ഞില്ലേ, ഞാൻ യേശുവിനെ അറിയത്തില്ലെന്ന്, യേശുവിനെ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ, യേശുവിനെ അവൻ പ്രാഗിയില്ലേ. അപ്പൊ പാതാള ഗോപുരങ്ങൾ അവനെ ജയിച്ചു. ഇനി ഞാൻ ഒരു ചിന്തയുടെ പറഞ്ഞുതരാം. പിശാച് ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, നിന്റെ ദാസനായ ഇയ്യോബിനെ എന്റെ കയ്യിൽ നിന്ന് തരാമോ? അവന്റെ സമ്പത്തിനെ ഒന്ന് തൊടാമോ? ഇയ്യോബ് ആരാണ്? ദേശത്തെ മഹാനാണ്, ദൈവഭക്തനാണ്, നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, ദോഷപ്പെട്ട് അകലുന്നവനാണ്. 5 ഗുണങ്ങൾ അവന്റെ ജീവിതത്തിൽ നേടിയപ്പോൾ 6ാമതൊരു ഗുണം ദൈവ സൗജന്യമായിട്ട് കൊടുത്തു. അവൻ സമ്പന്നനാണ്. അവൻ 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതിയും 3 പെൺപിള്ളാരും 7 ആൺപിള്ളാരും 1 വേട്ടു പെണ്ണുപിള്ളയും ആവശ്യം പോലെ വേലക്കാരും ഒത്തിരി കൂട്ടുകാരുമുണ്ട്. എല്ലാം ദൈവത്തെ സ്തുതിച്ചാണ്. എല്ലാവരും എല്ലാ വാക്ക് ശ്രദ്ധിച്ചില്ല, ചിലർക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. മതി ഉള്ള നാട്ട്. എന്നാൽ നിങ്ങൾ അടുത്ത വാക്ക് ശ്രദ്ധിച്ച്, ഇത്രയും സ്വത്തുള്ള ഇയ്യോബിനെ കുറിച്ച് ദൈവത്തോട് പിശാച് ചോദിച്ചു, അവനെ എന്റെ കയ്യിൽ നിന്ന് തരാമോ? ആമേൻ. തമ്പുരാൻ ഇയ്യോബിനെ പിശാചിലോട്ട് ഇട്ടുകൊടുത്തവന് തേണ്ട കിടക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, അവന്റെ ജീവനെ മാത്രം തുടരുത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഇയ്യോബിനെ ആളുകൾ ഇട്ടുകൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പിശാചിനെ ഇട്ടുകൊടുത്തു. അതിനാണ് പിശാച് ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, നിന്റെ ശിഷ്യനായ ശീമോൻ പത്രോസിനെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ എനിക്കൊന്നും തരാമോ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ശീമോൻ പത്രോസിനെ കുറിച്ച് യേശുവിനോട് ചോദിച്ചു, ശീമോനെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ എനിക്കൊന്ന് തരാമോ? പക്ഷെ കർത്താവ് കൊടുത്തില്ല. ഇയ്യോബിനെ കൊടുത്ത കർത്താവ് ആരെ കൊടുത്തില്ല? പത്രോസിനെ കൊടുത്തില്ല. എന്താണെന്നറിയോ? പാറ്റിയാൽ അവന്റെ കച്ചവടം തീരുമെന്ന് കർത്താവിന് അറിയാം. എന്നാൽ ഇയ്യോബിനെ പാറ്റിയാലൊന്നും കിട്ടുകയെന്ന് ദൈവത്തിന് അറിയാം. അവൻ നമ്മളെയൊക്കെ നമ്മുടെ പിശാചിനെ വിട്ടുകൊടുക്കാത്തത്, പിശാചിന്റെ കൈയോട് കൊടുത്താൽ നമ്മുടെ കർത്താവിനെല്ലാം പ്രശ്നം ആത്മാവ് വിളിച്ചു പറയാ, ഇയ്യോബിനെ പോലെ നിൽക്കാൻ ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ തള്ളി പറയാതെ, വിശ്വാസത്തെ തള്ളി പറയാതെ കർത്താവിനോട് നിൽക്കാൻ മനസ്സുള്ളവർ സ്വത്ത് നഷ്ടപ്പെട്ടാലും, ആട് നഷ്ടപ്പെട്ടാലും, ആട് നഷ്ടപ്പെട്ടാലും എന്റെ കർത്താവിന് വേണ്ടി നിൽക്കാൻ അതുകൊണ്ട് നിങ്ങൾ അറിയണം, ഇങ്ങനെയാണ് പത്രോസേ നീ പത്രോസാകുന്നു. എന്നാൽ അടുത്ത വാക്ക് കർത്താവ് തന്നെ പറഞ്ഞത്, ഈ പാറമേൽ ഏത് പാറ? പിളർക്കപ്പെട്ട പാറ, അടിക്കപ്പെട്ട പാറ, അനുഗമിക്കുന്ന പാറ, തേർന്നെടുന്ന പാറ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട പാറ, പാറയായ ക്രിസ്തു അടിസ്ഥാനമാക്കിയ സഭയാണ് കർത്താവ്. ഞാൻ എന്റെ സഭയെ പണിയും. സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാകുന്ന പാറയാണ്. വിശ്വസിക്കുന്നവരെല്ലാവരും പറഞ്ഞാണ്. അതുകൊണ്ട് അനന്തകാല ശക്തിക്ക് അതിനെ ജയിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മളെല്ലാവരും ആ മൂലക്കല്ലായി ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകളാണെന്ന് ഉറപ്പുള്ളവർ. ഇവിടെ സഭ മുഴുവൻ ആ ജീവനുള്ള കല്ലുകളാണ്. മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്ന കഥ, ഓട്ടം, ചെറുക്കം, ജയം, മാലിന്യമില്ലാതെ ശുദ്ധവും ശുഭ്രവുമായ
ദിവസം ധരിക്കപ്പെട്ട കർത്താവിന്റെ തങ്ക മണവാട്ടി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ദൈവ സമയം മണവാട്ടി ഇന്ന് രാത്രി കരമടിച്ച് ദൈവ സമയം മണവാട്ടി കർത്താവിനൊന്ന് സ്തുതിച്ചാൽ സന്തോഷത്തോടെ നമ്മുടെ സൂചിച്ചാണ്. അതായത് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിക്കുമ്പോൾ യേശു ഫിലിപ്പിയിലെ കൈസേരിയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനം എന്നെ കുറിച്ച് എന്ത് പറയും? യേശുവിന്റെ ആവശ്യമുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ ഭർത്താക്കന്മാരോട് പറയുന്നു, ആഴ്ചയിൽ ഒരിക്കൽ ഭാര്യയോട് ചോദിക്കണം, നീ എന്നെ കുറിച്ച് എന്ത് പറയും? കുറച്ച് അകന്നൊന്ന് ചോദിച്ചാൽ ചില അകന്നൊന്നും ചോദിക്കണം, നീ എന്നെ കുറിച്ച് എന്ത് പറയും? അതും ഞാൻ പ്രത്യേകം പറയുന്നു, ഞായറാഴ്ച രാവിലെ ചോദിക്കരുത്, കാരണം സഹായമുള്ളതായതുകൊണ്ട്. വേറെ ഏതെങ്കിലും ദിവസം ചോദിച്ചോളൂ. ഒന്ന് ചോദിക്കുന്ന നല്ലതാണ്. ഞങ്ങൾ പാസ്റ്റേഴ്സ്, ഞാനും ദേവദാസനും, ഞങ്ങളൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും വിശ്വാസികളോട് ചോദിക്കണം, നിങ്ങൾ ഞങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു? സ്വന്തം പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ രണ്ടാമത് സൂചാട്ടെ. യേശു ക്രിസ്തു പോലും അങ്ങനെ ചോദിച്ചെങ്കിൽ അമ്മേൻ, മക്കളൊക്കെ ഇടയ്ക്ക് മാതാപിതാക്കളോട് പപ്പ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നൊന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അത് രാവിലെയൊക്കെ എഴുന്നേറ്റ് മിറ്റം തൂത്തിട്ട് വേണം ചോദിക്കാൻ, അല്ലെങ്കിൽ ചൂര് ഒത്തിരി ദൂരെ മാറ്റിയിട്ടിട്ടേ ചോദിക്കാവുള്ളൂ. ഒന്ന് നല്ലപോലെ കർത്താവിനെ സ്തുതിച്ചാല്, നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാല്, അവൻ യേശു ചോദിച്ചു, ജനം എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ ഏലിയാവെന്നും, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും. ആമേൻ. അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുമ്പോൾ കർത്താവ് ശിമോൻ പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? പത്രോസിന്റെ മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ അതിന് യേശു പറഞ്ഞ മറുപടിയാണ് എനിക്ക് നിങ്ങളോട് ദൂതായിട്ട് പറയാനുള്ളത്. ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗത്തിലെ ദൈവമത്രേ. അതിനർത്ഥം എങ്ങനെയാണ്? ഇത് അറിവല്ല, ഇത് വെളിപ്പാടാണ്. യേശുവിനെ കുറിച്ച് നീ അറിയുന്നത് അറിവല്ല, അത് വെളിപ്പാടായിരിക്കണം. വെളിപ്പാട് 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 വെളിപ്പാട്. അറിവ് നഷ്ടപ്പെട്ടു പോകും, അറിവിനെ ശീലിപ്പിക്കും, അറിവിനെ ദുർബലപ്പെടുത്തും. എന്നാൽ വെളിപ്പാടിനെ എഴുന്നേൽപ്പിക്കും, വെളിപ്പാടിനെ എഴുന്നേൽപ്പിക്കും, വെളിപ്പാടിനെ വളർത്തും. യേശുവിനെ കുറിച്ച് വെളിപ്പാടുള്ളവർ വെളിപ്പാടുള്ളവർ ആ വെളിപ്പാടിൽ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ അറിവ് പറ്റില്ല. ഞാൻ കുറെ അറിവുകൾ പറയാം, വേണം കുറിച്ചു വെച്ചു. നല്ല കൃപയുള്ള നല്ല യൂത്ത്സിന്റെ ഒക്കെ കുഞ്ഞുങ്ങളൊക്കെ വേണമെന്ന് കുറിച്ചു വെച്ചു. പല യൂത്ത് മീറ്റിങ്ങിനൊക്കെ പ്രസംഗിക്കാം. ലോകത്തെ കുറച്ച് അറിവുകളുണ്ട്, എഴുതി വെച്ചോ. കേട്ടറിവ്, 2 കണ്ടറിവ്, 3 പറഞ്ഞറിവ്, 4 വായിച്ചറിവ്. ലോകത്തിലെ കുറച്ച് അറിവുകളാണ്. പറഞ്ഞറിവ്, വായിച്ചറിവ്, കണ്ടറിവ്, കേട്ടറിവ്, തൊട്ടറിവ്. ഒരുപാട് അറിവുണ്ട്. ഇതൊന്നും അറിവല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനകത്തൊക്കെ ഒരു 15%, ഒരു 10%, ഒരു 20% ഒക്കെ സത്യവും ബാക്കി 80% കള്ളവുമായിരിക്കും. അറിവുകൾ ഒത്തിരി ഉണ്ട്. എന്നാൽ ഇനി ഒരു 3 അറിവ് ഞാൻ പറഞ്ഞു തരാം. മറക്കരുത്, കുറിച്ചു വെച്ചോ. അതിനകത്ത് ഒട്ടും നുണ കാണില്ല. അതിലൊന്ന് തിരിച്ചറിവ്, 2 അനുഭവിച്ചറിവ്, 3 അവൻ
രുചിച്ചറിയണം യഹോവ നല്ലവനെന്ന് സ്തോത്രം പറഞ്ഞേ. അതായത് സ്തുതിച്ചാണ് അവൻ കേട്ടറിവും കണ്ടറിവും പറഞ്ഞറിവും വായിച്ചറിവും പഠിച്ച അറിവുമൊക്കെ അവൻ പലതും തെറ്റിപ്പോകുമ്പോൾ നീ രുചിച്ച അറിവ്, നീ അനുഭവിച്ച അറിവ്, നീ തിരിച്ചറിഞ്ഞ അറിവ് അതൊരിക്കലും മാറിപ്പോകത്തില്ല. അത് മാറിപ്പോകത്തില്ല. സന്തോഷത്തോടെ കഥാവിൽ സ്തുതിച്ചാണ്. അവൻ അപ്പോസ്തലനായ പൗലോസിന്റെ അറിവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അവൻ യേശു ക്രിസ്തുവിന്റെ അറിവിനെ കുറിച്ച് എന്തറിയാം? എന്തെങ്കിലും അറിയാമോ? ഒന്ന് തൊട്ടുമുക്കോട്ടെ. യേശു ക്രിസ്തുവിന്റെ അറിവിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. അവൻ റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം വായിച്ചേ. ദൈവത്തിന്റെ അറിവിനെ കുറിച്ച് ഒരു കൊച്ചു വാക്യം. എന്ന് തുടങ്ങിയ വാക്യം. ദൈവത്തിന്റെ എടുത്തു. റോമാലേഖനം 11-ാം അധ്യായം 33-ാം വാക്യം. ദൈവത്തിന്റെ ധനം, ദൈവത്തിന്റെ ധനം, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാണ്. ഒന്ന് കൈയടിക്കാം. അറിവിനെ കുറിച്ച് കേൾക്കണം. എപ്പിക്യൂറിസം, സ്റ്റോയിസിസം, പ്ലാറ്റോണിസം, സിനിസിസം, നോസ്റ്റിസം തുടങ്ങിയ ദോഷക ദാർശനിക ശാസ്ത്രങ്ങൾ അരച്ച് കലക്കി കുടിച്ചു പഠിച്ചവൻ. അതിന് കോറസ് തുടങ്ങിയ ആ കാലത്തെ തത്വചിന്തകന്മാരുടെ തത്വചിന്തകൾ പഠിച്ചവന് ഹില്ലേലിന്റെ ഗമാലിയലിന്റെ പാദമെടുത്തിന്റെ വേദപുസ്തകത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അവൻ തല നാരിക കീറി മുറിച്ചു പഠിച്ചവൻ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകം കാണാപ്പാഠം പഠിക്കുന്നവർക്ക് സെന്നഗത്രി സംഘത്തിൽ അംഗമാകാം. പൗലോസ് സെന്നഗത്രി സംഘത്തിലെ അംഗമായിരുന്നു. അപ്പോൾ പൗലോസിന് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകം കാണാപ്പാഠം അറിയാം. അഭിപ്രായം ഒന്നും തോന്നല്, ഒരുത്തർക്കൊന്നും തോന്നല്. 250 വാക്യം കാണാപ്പാടം അറിയാത്തവരെ പാസ്റ്റർ ആക്കരുത് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. എല്ലാ ദൈവത്തെ കുറിച്ചാണ് 5 പുസ്തകം കാണാപ്പാടം പിടിച്ചിട്ടാണ് പൗലോസ് നടക്കുന്നത്. 250 വാക്യമെങ്കിലും കാണാപ്പാടം അറിയണം. സ്തോത്രം. ഞാൻ മുമ്പോട്ട് നോക്കി അവിടെ കൊണ്ട് തീർന്നില്ല. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ പൗലോസ് ലേഖനം നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടോ? ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുന്നേൽക്കും മടുപ്പില്ല. കാര്യങ്ങളെ സൂക്ഷിപ്പിൻ, ആകാത്തവരക്കാരെ സൂക്ഷിപ്പിൻ, വിശേഷക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിശോധനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കും, ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ വല്ലവർക്കും ജഡത്തിൽ ആശ്രയിക്കാമെങ്കിൽ എനിക്കധികം. 8-ാം നാളിൽ പരിശോധനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനീയൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്ന ഈ അറിവ് മുഴുവൻ ക്രിസ്തു നിമിത്തം ഞാൻ ചേർന്നിരിക്കുന്നു. അത്രയും വല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിക്കുന്നു. അവനെ അറിയേണ്ടതിന്, അവന്റെ കട്ടായ്മകളുടെ കൂട്ടായ്മ അറിയേണ്ടതിന്, അവന്റെ പുനരുത്ഥാന ശക്തി അനുഭവിച്ചറിയേണ്ടതിന്, ഇങ്ങനെ വല്ല മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചാൽ ഞാനെല്ലാം ഉപേക്ഷിച്ച് ചവർന്ന് വിടുന്നു. ലഭിച്ചു കഴിഞ്ഞു തികഞ്ഞവനായിരുന്നല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ചാൽ പിന്തുടർന്നേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്നു, മുമ്പിലുള്ളത് രാജ്യമുണ്ട്. ക്രിസ്തു ദൈവത്തിന്റെ ഭരണങ്ങളുടെ ഇതിനായി ഞാൻ ആഗ്രഹിക്കപ്പെടുന്നു. നമ്മൾ തിരിഞ്ഞവരൊക്കെയും ഇങ്ങനെ എന്നെ ലഭിച്ചുകൊള്ളാം. അനേക ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളെ നടക്കുന്നുവെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ ദൈവം വയറ് ലക്ഷ്യാലുകൾക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലൂടെ ചിന്തിക്കുന്നു. അവരുടെ അവസാന നാശം നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാവുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഇരിക്കുന്നു. ഇത് ഏത് ലേഖനമാണെന്നുള്ള ആർക്കെങ്കിലും മനസ്സിലായോ? ഫിലിപ്പിയ ലേഖനം. ബാക്കി കേട്ടോ, 23-ാമത്തെ 21-ാം വാക്യം. അതെങ്ങനെ വായിക്കുന്നത് ഞാൻ പറഞ്ഞോളാം. ഈ താഴ്ചയുള്ള ശരീരത്തെ പൗലോസിന്റെ കാലാമത്തിലിട്ട് കൈ ചങ്ങലക്കിട്ട് അടിച്ചു ദേഹം മുഴുവൻ തൊലി പൊട്ടിച്ച് ചോര ഒലിപ്പിച്ച് കിടക്കുമ്പോൾ പൗലോസ് കാരാഗ്രഹം കിടന്നുകൊണ്ട് എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. അതിനകത്ത് താൻ എഴുതി, ഈ താഴ്ചയുള്ള ശരീരത്തെ എന്ന് പറഞ്ഞാൽ പ്രഷറുള്ള, ഷുഗറുള്ള, കൊളസ്ട്രോളുള്ള, വാദം, കഫം, പിത്തം
പിത്തം ഉണ്ടോ എന്നറിയാൻ ഡോക്ടറെ അടുത്ത് പോകണ്ട, കണ്ണാടി നോക്കിയാൽ മതി. ഉടുക്കുന്നൊന്നും ചേരത്തില്ല, കഴിക്കുന്നൊന്നും ദഹിക്കത്തില്ല, പറയുന്നൊന്നും തെളിയത്തുമില്ല. ഇത്രയും ഉണ്ടെങ്കിൽ ഓർത്തോ, കഫം, വാദം, പിത്തം, ഇത് മൂന്നും. അവൻ പൗലോസ് പറയാ, ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന. ഇവിടെ ആൾക്കാർ ശരീരം കുറയാൻ, വയറ് കുറയാൻ, അവൻ ഷേപ്പാകാൻ വേണ്ടിയിട്ടൊക്കെ ജിംനേഷ്യത്തിൽ പോവാണ്. എവിടെ പോവാം? രാവിലെ ജിംനേഷ്യത്തിൽ 1500 രൂപ 2000 രൂപ കൊടുത്തു. എന്തിനാ? വീട്ടിൽ നിന്ന് 3 പ്രാവശ്യം തലയാട്ടിയാൽ നല്ല 1-ാം തരം സ്ലിപ്പ് ഓടിയാൽ. എത്ര പ്രാവശ്യം തലയാട്ടണം? ഭയങ്കര എക്സസൈസാ. ഞാനിത് പറഞ്ഞു എല്ലാവരും ഒന്നും വെളിപ്പെടുത്തണ്ട, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വേണേൽ പറഞ്ഞുതരാം. വീട്ടിൽ ഇരുന്നാൽ മതി, 3 പ്രാവശ്യം തലയാട്ടിയാൽ മതി. എന്താക്കിയാൽ മതി? ബ്രേക്ക്ഫാസ്റ്റും കൂടെ അമ്മ വരുമ്പോൾ വേണ്ട എന്ന് തലയാട്ടണം. ഇങ്ങനെ വേണ്ട. ഉച്ചയ്ക്ക് ചോറും കൊണ്ട് വരുമ്പോ 1 പ്രാവശ്യം കൂടെ തലയാട്ടണം, വേണ്ട. അങ്ങനെ രാത്രിയിൽ കൂടെ 3 പ്രാവശ്യം തലയാട്ടിയാൽ ഈ പ്രശ്നം തീരും. സന്തോഷത്തോടെ സന്തോഷമുള്ള കഥാവിനെ ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നിനക്ക് വെളിപ്പെടുത്തിയത് അറിവല്ല, അത് വെളിപ്പാടാണ്. എന്റെ വിഷയത്തിലേക്ക് വരാം. രാത്രിയുടെ പ്രശ്നം ദൈവസഭയിലുള്ള വിഷയമല്ല. നരകത്തിന്റെ വാതിലുകൾ. ഞാൻ എന്റെ സഭയെ പണിയും. ഞാൻ സഭയെ, സഭ എന്നുള്ളത് ഏകവചനമാണ്. എന്തുവാ? ഏകവചനം. സഭ, സഭകളെ എന്നല്ല, സഭ. ഞാൻ സഭയെ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. പാതാളത്തിന്റെ ഗോപുരങ്ങൾ. ഇംഗ്ലീഷ് വാതിലുകൾ, നരകത്തിന്റെ വാതിലുകൾ. അപ്പോൾ സഭ ഒന്നേ ഉള്ളൂ, പക്ഷെ അത് തകർക്കുന്ന വാതിലുകൾ ഒരുപാടുണ്ട്. വചനം അങ്ങനെ വേണം പഠിക്കാൻ, വചനം അങ്ങനെ പഠിക്കണം. അവൻ തകർക്കുന്ന വാതിലുകൾ ഒരുപാടുണ്ട്. ആരാധനയ്ക്ക് വരാതിരിക്കാൻ, കൊണ്ടുവരാതിരിക്കാൻ, കൈയടിക്കാതിരിക്കാൻ, സ്തോത്രം പറയാതിരിക്കാൻ, ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താതിരിക്കാൻ. രക്ഷിപ്പാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. അവൻ കേൾപ്പാതിരിക്കാൻ തക്കവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. അടുത്ത ബാക്കി പറഞ്ഞിരിക്കാം. നിങ്ങളുടെ അകൃത്യമാണ് അതെ ദൈവത്തിന് നിങ്ങൾ തമ്മിൽ അവൻ അകറ്റുന്നുണ്ടോ? സഭയിൽ ആരാധനയ്ക്ക് വരുന്നവർക്ക് അവൻ 24 മണിക്കൂറും കടകളമാ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് എവിടെ അകൃത്യം? അകൃത്യം ഏതാന്ന് പറയട്ടെ. അകൃത്യം അക്രമം ഏതാന്ന് പറയണോ വേണ്ടേ? പറയണം. 10 മണിക്ക് ആരാധന തുടങ്ങും, 10 മണിക്ക് വന്ന അകൃത്യം, 11 മണിക്ക് വരുന്നവന്റെ പേരാണ് അകൃത്യം ചെയ്യുന്നത്. 10 മണിക്ക് വന്ന കൃത്യം കറക്റ്റാണോ? 10 മണിക്ക് ആരാധന തുടങ്ങും, 10 മണിക്ക് വന്നാൽ അത് കൃത്യം. കൃത്യം വരാതിരുന്നാൽ അകൃത്യം. 1000 രൂപ ശമ്പളം കിട്ടിയാൽ 100 രൂപ ദൈവത്തിന് കൊടുക്കുന്നതിന് ക്രമം എന്ന് പറയും. എന്തുവാ? ക്രമം. അത് കൊടുക്കാതിരിക്കുന്നതാണ് അക്രമം. അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ അകൃത്യം ചെയ്യുന്നവരും അക്രമം ചെയ്യുന്നവരും ധാരാളം. 30 വർഷമായിട്ട് ഇവിടെ ശുശ്രൂഷിക്കുവാണ്. 30 കൊല്ലമായിട്ട് കൃത്യമായിട്ട് ശുശ്രൂഷ കൊടുക്കാത്തവർ ഇതിനകത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് വരാതിരിക്കുവാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ദൈവത്തെ സൂചിച്ചാണ് ഞാൻ പറഞ്ഞു ഇല്ല, പറഞ്ഞില്ലേ പറഞ്ഞു. രണ്ടും സന്തോഷത്തോടെ രണ്ടാമത്തെ സൂചിച്ചാണ്. അവൻ അവൻ ഞാൻ മുമ്പോട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന വാതിലുകളുണ്ട്. വളരെ വായിക്കണം. യോഹന്നാൻ 10-ാം അധ്യായം 9-ാം വാക്യം, 10-ാം അധ്യായം 7-ാം വാക്യം, 10-ാം അധ്യായം 3-ാം വാക്യം, 10-ാം അധ്യായം 2-ാം വാക്യം, 10-9 തുടങ്ങാം. 10-9 യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരും, പുറത്തു പോവുകയും
നല്ല അനുഗ്രഹങ്ങളെ കണ്ടെത്തുകയും ചെയ്യും. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ these are the rights of Jesus എന്ന് ഞാൻ പറയുന്നത്. യേശുവിന്റെ അവകാശങ്ങൾ. അവൻ യേശുവിന്റെ അവകാശം വാദങ്ങളില്ല, പക്ഷെ അവകാശം പ്രഖ്യാപനമാണ്. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ്. നിങ്ങൾ വെച്ച ലോകത്തിൽ ഒത്തിരി പ്രശസ്തമായ പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദാസ് ക്യാപിറ്റൽ? ഇല്ല. കാരൽ മാർക്സിന്റെയും എംഗൽസിന്റെയും തത്വങ്ങളെല്ലാം എഴുതിയ മൂലധനം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുസ്തകമാണ് ദാസ് ക്യാപിറ്റൽ. ഭയങ്കര പുസ്തകമാണ്, ലോകം മുഴുവൻ പ്രശസ്തമാണ്. വേറെ പുസ്തകത്തിന്റെ പേരാണ് ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. കേട്ടോ? ഇല്ല. പരിണാമ സിദ്ധാന്തം. ആസ്ട്രോപിത്തിക്കസ്, രാമാപിത്തിക്കസ് തുടങ്ങിയ നട്ടലിനകത്ത് ചിമ്പാൻസികളിൽപ്പെട്ട കുരുങ്ങ് പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായതെന്നും നമ്മുടെ പൂർവികന്മാർക്ക് വാലുണ്ടായിരുന്നു, പിന്നെ ക്രമേണ കുറി വാലും ഒരു മുഴ ഉണ്ടായിരുന്നെന്നും ഇരുന്ന് നിരങ്ങി മുഴ പോയെന്നും പിന്നെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് എന്ത്? പരിണാമ സിദ്ധാന്തം. അവൻ പിന്നെ ഒരു പുസ്തകമുണ്ട്, അവൻ നോവൽ പേൾ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പോസിറ്റീവ് തിങ്കിങ്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ പോയി, ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ, അങ്ങനെ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഈ പുസ്തകത്തിനകത്തല്ല ഈ ഒറിജിനൽ സ്പീഷ്യസ്, പരിണാമ സിദ്ധാന്തം, ദാസ് ക്യാപിറ്റൽ, അവൻ പോസിറ്റീവ് തിങ്കിങ് ഈ പുസ്തകത്തിനകത്തല്ല. ഇനി ഞാൻ പറയുന്ന വാക്കുകൾ ഒരുപാടുണ്ട്. ഏതാണ്ട് as well as like, not only but also, no sooner than, most probably we can assume, sometimes ഇതിന്റെ അർത്ഥം അറിയാമോ? ഒരു പക്ഷേ ചിലപ്പോ കാണുമായിരിക്കും, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇത് ഇങ്ങനെയുള്ള വാക്ക് ഈ പുസ്തകത്തിലെല്ലാം ഉണ്ട്. പക്ഷെ ഈ പുസ്തകത്തിലില്ല. ഈ പുസ്തകത്തിന് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്കുകളെല്ലാം ഊവയെങ്കിൽ ഊവയെന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നുമാകിയാൽ ഇങ്ങനൊരു പുസ്തക ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. സന്തോഷത്തോടെ ഒരു പക്ഷേ സമയം കിട്ടിയാൽ ഞാൻ വാതിലാകാൻ നോക്കാം. ഞാൻ വാതിലാണ്. ഇനി കേട്ടു നോക്ക്, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ഡെഫിനിറ്റ് ആണ് എന്തായാലും വാക്ക്. ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. യോഹന്നാൻ 8:12, യോഹന്നാൻ 12:6, ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു. യോഹന്നാൻ 11:25, ഞാൻ ജീവനും പുനരുത്ഥാനവും ആകുന്നു. യോഹന്നാൻ 6:57, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ആകുന്നു. കർത്താവിന്റെ വാക്കുകൾ ആകുന്നു ആകുന്നു ആകുന്നു. അങ്ങനെ വാക്കാണ് ഞാൻ വാതിൽ ആകുന്നു. യേശു എന്തിനാണ് ഇസ്രായേൽ മക്കളോട്, യഹൂദന്മാരോട്, അന്നത്തെ ജനത്തോട് ഞാൻ വാതിലാകുന്നു എന്ന് എന്തിനാണ് പറഞ്ഞത്? അവൻ ഇത് ചുമ്മാ യേശുവിന്റെ വാക്കുകൾ ചുമ്മാ. അന്നത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് പട്ടണവാതിക്കൽ വെച്ചാണ്. പട്ടണവാതിക്കൽ 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 വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടേ ഇല്ല. ഈ പുസ്തകം നടച്ചാണ് വീണ്ടെടുപ്പ് നടക്കുന്ന അവിടെ വെച്ചാൽ പട്ടണവാതിക്കൽ 24:10 പട്ടണവാതിക്കൽ വെച്ചാണ് വീണ്ടെടുപ്പ്. ഒരു മനുഷ്യന് അരിയോ ഗോതമ്പോ കൊടുക്കുന്നെങ്കിൽ അവൻ നാളെ ഈ സമയത്ത് അവൻ ശമരിയുടെ പട്ടണവാതിക്കൽ അവൻ ഒരു ശേക്കലിന് 2 സയ ഗോതമ്പും അവൻ എവിടെ കൊടുക്കുന്നത്? പട്ടണവാതിക്കൽ. ഒരാൾക്ക് പ്രവചനം കിട്ടിയ പ്രവാചകൻ പ്രവചനം വിളിച്ചു പറയുന്നത് എവിടെ വെച്ചാ? പട്ടണവാതിക്കൽ. യുദ്ധം നടക്കുന്ന എവിടെ വെച്ചാ? പട്ടണവാതിക്കൽ. ഒരുത്തൻ പാപം ചെയ്താൽ കല്ലെറിഞ്ഞു വരുന്ന എവിടെ വെച്ചാ? പട്ടണവാതിക്കൽ. എല്ലാം നടക്കുന്ന എവിടെ വെച്ചാ? പട്ടണവാതിക്കൽ പട്ടണവാതിക്കൽ പട്ടണവാതിക്കൽ. ഇതാർക്കറിയാം? യേശുവിനറിയാം. യേശു എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാനാണ് വാതിൽ. ഇനി നീ കണ്ട വാതിലൊക്കെ തപ്പി നടക്കണ്ട. ഇനി നീ കുറ്റവാളിയോടെന്നറിയാൻ കണ്ട വാതിൽ വേണ്ടി പോവണ്ട. ഏത് വിഷയമുണ്ടെങ്കിലും പോരെ, ഞാനാണ് വാതിൽ. മറ്റുള്ളവർക്ക് മനസ്സിലായി. ഇനി നിന്റെ വിഷയത്തിന്റെ തീർപ്പ് കൽപ്പിക്കുന്ന ഞാനാണ്. ഏത് പ്രശ്നത്തിന് പരിഹാരം ഞാനാണ്. ഞാനാണ് വാതിൽ, 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 ഞാനാണ് വാതിൽ. യേശു ക്രിസ്തു ഇസ്രായേലിലെ യഹൂദന്മാരെയും വളരെ വ്യക്തമായി പഠിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു. നീ ഇനിയും കണ്ട വാതിൽ വഴി ഒന്ന് കയറി ഇറങ്ങി നടക്കണ്ട. അവൻ, നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, അപ്പന് തിന്നിയും
കുടിയനും അനുസരണം കെട്ടവനുമായ ഒരു മകനുണ്ടെങ്കിൽ അവരെ പട്ടണവാതിൽക്കൽ മൂപ്പന്മാരുടെ അടുക്കൽ കൊണ്ടുചെല്ലണം. മക്കൾ 3 പേര് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ കൂടി ചേർത്ത് 4 ചെറുപ്പക്കാർ, 4 ചെറുപ്പക്കാർ. ഞാൻ ചെറുപ്പല്ലേ? അതായത് ഒരപ്പന് അമ്മയ്ക്കും അനുസരണം കെട്ടവനും തിന്നിയും കുടിയനുമായൊരു മകനുണ്ടെങ്കിൽ അവനെ പട്ടണവാതിൽക്കൽ മൂപ്പന്മാരുടെ മുമ്പ് കല്ലെറിഞ്ഞ് കൊല്ലണം. ആ നിയമം ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നിവിടെ ആരും പാടിയല്ലോ. അല്ല, നിന്റെ കാര്യം നിൽക്കുന്നത് ആര് പ്രസംഗിച്ചത്? എന്നൊക്കെ 8 പ്രാവശ്യം കല്ലെറിഞ്ഞ് കൊല്ലേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, അതാ പഴയ നിയമം. അവൻ എവിടെ കൊണ്ടുപോകണം? പട്ടണവാതിൽക്കൽ കൊണ്ടുപോകണം. പക്ഷെ യേശു പറഞ്ഞു, വേണ്ട, ഞാൻ ആ വാതിൽ. ഈ വാതിലിന്റെ പ്രത്യേകത എന്താ? തിന്നിയായ, കുടിയനായ, ശടനായ, മുടിയനായവൻ വന്നപ്പോൾ അവന് മേൽത്തരമായി അങ്കി കൊടുത്തു. കല്ലെറിഞ്ഞു കൊന്നില്ല, അവനെ മേൽത്തരമായി അങ്കി കൊടുത്ത് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനെ വീട്ടിൽ കൊണ്ടുവന്ന് തടിച്ച കാളക്കുട്ടിയെ അറുത്ത് അവൻ ആഹാരം കൊടുത്ത ഒരപ്പൻ. പഴയ നിയമം കൊല്ലാൻ പറയുമ്പോൾ പുതിയ നിയമം വിരുന്നൊരുക്കുകയായ അതാണ് പഴയ നിയമത്തിലെ വാതിലും പുതിയ നിയമത്തിലെ വാതിലും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ചോദിക്കുന്നു, മുടിയപുത്രൻ വീട്ടിലോട്ടല്ലേ വരുന്നത്? അല്ല പറയാം, അവൻ വീട്ടിലോട്ടല്ല. അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, കൂലിക്കാരൻ ഉടുത്തിലെ പോലെ എന്നെ ആക്കിയാൽ മതി എന്ന് പറഞ്ഞോണ്ട് എങ്ങോട്ടാ വരുന്നേ? വീട്ടിലോട്ടാ വരുന്നത്. എന്തിനാ? അപ്പൻ ഇറങ്ങി ഓടിയെ. അവൻ വീട്ടിലോട്ടല്ലേ വരുന്നത്. അപ്പൻ ഫ്രണ്ടിൽ കസേരയിൽ ഇരുന്നാൽ പോലെ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. എന്തിനാ അപ്പൻ ഓടിയെ? ഉത്തരം, അത് പഴയ നിയമമാണ്. നാട്ടുകാരെ മുഴുവൻ എന്തിനു റെഡിയായിരിക്കുക? അവനെ കണ്ടാൽ കല്ലെറിയാൻ റെഡിയായിരിക്കുക. കാരണം ഇത് പുതിയ നിയമമല്ല. അവൻ പഴയ നിയമത്തിലാണ് മുടിയനായ പുത്രൻ. ആ കഥ അങ്ങനെ കിടക്കുന്നേ. അവനെ കല്ലെറിയാൻ നിൽക്കുക. നാട്ടുകാരുടെ കയ്യിലെല്ലാം എന്തുണ്ട്? കല്ലുണ്ട്. ആർക്കറിയാം? അപ്പനറിയാം. അതുകൊണ്ട് അപ്പൻ ഇറങ്ങി ഓടി ചെന്ന് എന്നാ ചെയ്തു? അതോ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്തു? എഴുതിട്ടോ? ചുംബിച്ചു. എന്ത് ചെയ്തു? ചുംബിച്ചു. മനസ്സിലായോ? നെറ്റിയിൽ അപ്പൻ ഒരു ചുമ്മനം കൊടുത്തു. എന്തിനാണ് പുറത്തറിയാം? ചുമ്മാ എന്നാ കെട്ടിപ്പിടിച്ചല്ല, എന്നാ പിന്നെ ചുമ്മനം കൊടുക്കില്ല, അങ്ങനെ വിചാരിച്ചു കൊടുത്താണോ? ഒന്നുമല്ല. പുസ്തകം എന്താ? ബൈബിൾ എന്താ? അമ്മേൻ, അങ്ങനൊന്നും അല്ല. ഇവൻ എന്തോ പറഞ്ഞോണ്ട് അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ നിന്റെ മകൻ എന്ന പേരില് യോഗ്യനല്ല. എന്നെ ആരാക്കിയാൽ മതി? കൂലിക്കാരൻ. അവൻ ആരാക്കാൻ പറഞ്ഞാ വരുന്നേ? കൂലിക്കാരൻ. പ്രസംഗിക്കാൻ സമയമുണ്ടോ? കല്ലുമായിട്ട് നിൽക്കുക ആൾക്കാർ. എന്നാ അവനെ പ്രസംഗിച്ചതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ സമയമുണ്ടോ? ഇല്ല. അപ്പൊ ഒരൊറ്റ ചുംബനം കൊടുത്തു. ഒരു പ്രസംഗമാണ്. എന്നാന്നറിയോ? കൂലിക്കാർക്ക് ചുംബനം കൊടുക്കാറില്ല, മക്കൾക്ക് മാത്രം ചുംബനം കൊടുക്കും. നിങ്ങളുടെ വീട്ടിൽ പണിക്ക് വരുന്നവർക്ക് തൂമ്പായി ഉമ്മയും കൂടെ കൊടുക്കും. തുമ്പായി എടുത്ത് കൊടുത്ത് വാടകയ്ക്ക് കളയണം. ഒരു ചുംബനം കൊണ്ടിരിക്കട്ടെ. അത് തന്നെ കൂലിക്കാരനായിട്ട് വരുന്നവൻ എന്തില്ല? ചുംബനം കൊടുത്തപ്പോൾ മോൻ എന്ത് മനസ്സിലായി? ഞാൻ കൂലിക്കാരൻ മോനാ. തിരിച്ചു വന്നപ്പോഴും അപ്പൻ എന്നെ എങ്ങനെ അംഗീകരിച്ചു? മോനായിട്ട് തന്നെ അംഗീകരിച്ചു. കല്ലെറിഞ്ഞ കൊല്ലുണ്ട്. എന്നിട്ട് അപ്പൻ എന്ത് ചെയ്യുന്നറിയുമോ? ചുംബനം കൊടുത്തിട്ട് അപ്പൻ മോനെ അടിയിലാക്കിയിട്ട് അപ്പൻ പുറത്തേക്ക് വീണു. ശ്രദ്ധിക്കില്ല, ശ്രദ്ധിക്കാം. അപ്പോൾ കല്ല് മുഴുവൻ ആരുടെ ദേഹത്ത് കൊണ്ടു? പറഞ്ഞോ? അപ്പന്റെ ദേഹത്ത്. അതാണ് ക്രൂശിലെ കാൽവഴി മരണം. നീ കൊള്ളേണ്ട കല്ല്, ഞാൻ കൊള്ളേണ്ട കല്ല്, എന്നെ എറിഞ്ഞ കല്ല്, അത് മുഴുവൻ അപ്പന്റെ ദേഹത്ത് കൊണ്ടത്. മകന്റെ ദേഹത്ത് ഒരു കല്ല് പോലും കൊള്ളാൻ അപ്പൻ അനുവദിച്ചില്ല. വാതിൽ എന്ന വാക്ക്
രാത്രി ഇത് പ്രസംഗിച്ച് തീരുമെന്ന് എനിക്കറിയില്ല. എങ്കിലും കഴിവിന്റെ പരമാവധി ഈ വിഷയത്തിലേക്ക് വരാം. ഞാനൊരിക്കൽ മുംബൈ ചർച്ച് ഓഫ് ഗോഡിലെ ജനറൽ കൺവെൻഷൻ ചിമ്പൂര് പ്രസംഗിച്ചിട്ട് കൊങ്കൺ റെയിൽവേ ഗോ വഴി ഒരു ട്രെയിനിൽ അവര് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തു തന്നത്, AC. അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് യാത്ര കുഴപ്പമില്ല. ഉണ്ണി ഫ്രണ്ടിലാക്കിയോ അല്ല ബാക്കിലാക്കി, സെൻട്രലാക്കിയാലും സ്റ്റേഷനൊന്നും കാണാൻ പറ്റില്ല. ഞാനിങ്ങനെ ഭക്തയിൽ ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ ഗുജറാത്തികളും വടക്കേന്ത്യയിലുള്ളവരൊക്കെ അത് കയറിയിരിക്കുന്നു, മറ്റു ഭാഷക്കാരാണ്. അവരൊക്കെ അവരുടെ ഭാഷയെ സംസാരിക്കുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ തുടങ്ങി. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോൾ ഞാൻ ഈ ഭക്തയിൽ താഴെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കൈ നോക്കിയിട്ട് ഹല്ലേലൂയ എന്നൊന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പൊ അതിലൊരാൾ എന്നെ ചോദിച്ചു, മലയാളിയാണല്ലേ? ഞാൻ സത്യത്തിൽ പക്ഷേ മലയാളത്തിൽ ഒരക്ഷരവും പറഞ്ഞില്ല, ഹല്ലേലൂയ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അയാൾ അതുപോലെ ഹിന്ദി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അയാൾ എന്നോട് പച്ച മലയാളം ചോദിക്കാം, മലയാളിയാണല്ലേ? ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി? ഞാൻ മലയാളം പറഞ്ഞല്ലോ. ഞാൻ പറയാ, ഇത്ര നാണമില്ലാത്ത ട്രെയിനകത്ത് ഹല്ലേലൂയ പറയണമെങ്കിൽ നിങ്ങളൊരു മലയാളിയായിരിക്കും. അതൊരു സർട്ടിഫിക്കറ്റ്. ഞാൻ ആ സർട്ടിഫിക്കറ്റ് ഏറ്റെടുത്തു. നാണമില്ലാതെ ഏത് ബസ് സ്റ്റാൻഡ് കണ്ടാലും ഏത് ട്രെയിനിനകത്തും ഹല്ലേലൂയ പറയുന്നത് ഒരു മലയാളിയാണെന്ന് പറഞ്ഞത് ഞാനൊരു കിരീടമായിട്ടെടുത്ത് വെച്ചിരിക്കുക. എന്റെ കൂടെ ആ കിരീടം ഇഷ്ടപ്പെട്ടവർ എത്ര പേരുണ്ട്? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ അടുത്തിരിക്കുന്നവർ കേൾക്കണം. ഹല്ലേലൂയ അടുത്തിരിക്കുന്നത് സ്വതന്ത്രം. എന്നിട്ട് അയാൾ അടുത്ത് എന്നോട് ചോദിച്ചു, പാസ്റ്ററാണല്ലേ? ഞാൻ പറഞ്ഞു അതെ. കണ്ടപ്പോൾ മനസ്സിലായി. എനിക്ക് അതൊരു സന്തോഷം. ചിലരെ കണ്ടാലും മനസ്സിലാകും, ചിലരെ കൊണ്ടാലും മനസ്സിലാകും. എന്നെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, അത് തന്നെ ഒരു സന്തോഷം. എല്ലാത്തിനകത്തും ഒരു ദൂരമുണ്ട്. എന്നിട്ട് അയാൾ അടുത്ത സെന്റൻസിനോട് പറയാം, എനിക്ക് എന്റെ ആയുസ്സിൽ കണ്ടുകൂടാത്ത ഒരു ഐറ്റമാണ് പാസ്റ്റേഴ്സ്. എന്റെ മുഖത്ത് നോക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അയാൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് പാസ്റ്റർമാരെ ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചു, ലളിതമായിട്ട് ചോദിച്ചു, സാറിന് എന്നെ ഇഷ്ടമല്ല തന്നെ? പാതുറന്ന ഭാവി 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 ഇതെല്ലാം പറയല്ലോ. എന്തോ ചെയ്യും? ഞാൻ ചോദിച്ചു, സാറേ അപ്പൊ ഭാവികളില്ലേ? എന്തോ ഭാവി? ഏത് ഭാവി? അപ്പൊ ഞാൻ ചോദിച്ചു, ലോകത്തിൽ ഭാവികളില്ലേ? എന്തുവാ പാസ്റ്ററെ ഭാവി? ഞാൻ ചോദിച്ചു, ഈ ബ്രാൻഡിയൊക്കെ കുടിക്കുന്നവരും മദ്യപാനികളും പൈസ ഇല്ലാത്തവർക്ക് കഞ്ഞോളം കുടിക്കുന്നു, അല്പം കൂടെ പൈസ ഉള്ളവർ നാരങ്ങ വെള്ളം കുടിക്കുന്നു, കുറച്ചുകൂടെ പൈസ ഉള്ളവർ ജ്യൂസ് കുടിക്കുന്നു, കുറച്ചുകൂടെ കാശുള്ളവർ ബ്രാൻഡ് കുടിക്കുന്നു. പാസ്റ്റർ ബ്രാൻഡ് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, കാശില്ല. പാസ്റ്റർ നാരങ്ങ വെള്ളം കുടിച്ച് നടക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, കൊലപാതകം. ഞാൻ പറഞ്ഞു, കൊലപാതകമോ? സ്ത്രീകൾ മീൻ കൊല്ലുന്നു, കോഴി കച്ചവടക്കാരൻ കോഴിയെ കൊല്ലുന്നു, പശു കച്ചവടക്കാരൻ ഇറച്ചി കച്ചവടക്കാരൻ കാളയെ കൊല്ലുന്നു, പോത്തിനെ കൊല്ലുന്നു, ആടിനെ കൊല്ലുന്നു. ഇത് നഴ്സിംഗ് പഠിക്കുന്ന BSc നഴ്സിംഗ് പഠിക്കുന്നവർ ഒന്നിനെ കൊല്ലുന്നു, അരണെ കൊല്ലുന്നു, എല്ലാത്തിനും കൊല്ലുന്നു. കുറച്ചുകൂടെ ധൈര്യമുള്ളവൻ മനുഷ്യനെ കൊല്ലുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചാൽ അതെങ്കിലും കൊന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ധൈര്യമില്ല. മീനെ കോഴി തിന്നുന്ന നിങ്ങൾക്ക് അതെന്നോ ആലോചിച്ചു. അന്നേരം ഞാൻ ചോദിച്ചു, അപ്പൊ മോഷണമൊക്കെ മോഷണം? പുള്ളി പറഞ്ഞു, പക്ഷെ അതൊരു തൊഴില, അതൊരു കഴിവാണ്. പക്ഷെ ചിലർ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നു, ചിലർ ക്യാമറയിൽ വർക്ക് ചെയ്യുന്നു, പാസ്റ്റർ പ്രസംഗിക്കുന്നു, ചിലർ പൊറോട്ട അടിക്കുന്നു, വേറെ ചിലർ കൽപ്പണി ചെയ്യുന്നു, വേറെ ചിലർ കഥകും ചിലർ ഉണ്ടാക്കുന്നു, കാർപ്പൻ്റർ ആശാരിമാര്. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ജൂവലർ കുത്തി തുറന്ന് 100 പവൻ കൊണ്ടുപോകുന്ന സാധാരണക്കാരാണ്. കഴിവല്ലേ? കഴിവ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ എവിടെയെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല, കഴിവില്ല. രാത്രി പുസ്തകം ഞാൻ ഒരു വാക്യം 4 കൊല്ലം എന്റെ കൈക്കകത്ത് വെച്ച് പ്രാർത്ഥിച്ചതാണ്. കുളിക്കാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രം നനയാതിരിക്കാൻ മാറ്റി വെക്കും. ആ വാക്യം ഇങ്ങനെയാണ്, ലൂക്കോസ് 21:13. നിന്റെ എതിരികൾക്ക് ചെറുത്തു നിൽപ്പാൻ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിനക്ക് തരും. അങ്ങനെ വാക്യം ബൈബിളുണ്ട്.
ഇത് വായിച്ചപ്പോൾ എനിക്ക് കർത്താവ് ഇതെനിക്ക് വേണം. 4 കൊല്ലം ഇത് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചാണ്. ഞാൻ പറഞ്ഞ കർത്താവ് 4 കൊല്ലം അത് കൈവച്ച് പ്രാർത്ഥിച്ച ഈ മനുഷ്യനോട് പറയാൻ, എന്നെ ഈ ഇത്രയും ആക്ഷേപിച്ച് ഈ മനുഷ്യനോട് പറയാൻ എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു തുടങ്ങിക്കോളാം. ഞാൻ ചോദിച്ചു, സാറിന്റെ വീടോടെ? കാട്ടാക്കടയിലൂടെ കിള്ളിയില്ല. അപ്പൊ ഞാൻ തിരുവല്ലയില താമസിക്കുക. ഞാൻ ചോദിച്ചു എപ്പോ ചെല്ലും? നാളെ ചെല്ലും. ഫസ്റ്റ് സാർ ഒരു കാര്യം ചെയ്യണം, നാളെ രാത്രി ഉറങ്ങുമ്പോൾ സാറിന്റെ വീട്ടിൽ ആരുമുണ്ട്? ഭാര്യയുണ്ട്, 2 മക്കൾ. എന്ത് ചെയ്തു? മോള് 10 പിടിക്കുന്നു, മോൻ 8 പിടിക്കുന്നു. സാർ ഒരു ഉപകാരം ചെയ്യണം, നാളെ രാത്രി ഉറങ്ങുമ്പോൾ കഥക് ജനൽ അടയ്ക്കരുത്. അതെന്തിനാ? ഞാൻ പറഞ്ഞു, ഒരു ദിവസം രാത്രി അടയ്ക്കാതെ നോക്കുന്നു. പുള്ളിയോട് പറയാം, കിള്ളി ഭയങ്കര കള്ളന്മാരുണ്ട്. ഞാൻ പറഞ്ഞത് കഴിവല്ലേ സാർ. സാറിന് മോളെ അവരെടുത്തോണ്ട് മോട്ടിച്ചോണ്ട് കിള്ളിയിലുള്ള കള്ളന്റെ കഴിവ് തെളിയിക്കാൻ സാർ ഒരു അവസരം കൊടുക്ക് സാറേ, കഥകൾ തുറന്നിട്ട് കൊടുക്ക്. അന്നേരം പുള്ളിക്ക് മനസ്സിലായത് മോഷണം കഴിവാണെന്ന് പുള്ളി എൻ്റെ അടുത്ത് വലിയ വാദമൊക്കെ പറഞ്ഞെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളെ തൂക്കിയെടുത്തോണ്ട് രാത്രി കള്ളം പോയാലേ ഇത് കഴിവും അപ്പന്റെ കഴിവുകേടും കൂടെ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ പുള്ളി പറഞ്ഞു സോറി എന്ന് പറഞ്ഞ എനിക്ക് കൈ തന്നപ്പോ ഞാൻ പറഞ്ഞു, പുറത്ത് കള്ളൻ അകത്ത് മകൾ ഇടയ്ക്ക് വാതിൽ, അത് യേശുവാ. പുറത്ത് കള്ളൻ അകത്ത് നിന്റെ കുടുംബം, എന്നാൽ ഇടയ്ക്ക് നിന്നെ സംരക്ഷിക്കുന്ന ഒരു വാതിലുണ്ട്, അത് യേശു എന്ന വാതിലാണ്. യേശു പറഞ്ഞു, ഞാനോ ജീവനോടെ ഇരിക്കുന്നത്, ജീവിക്കുന്നത് ഒരു വാതിലുള്ളതുകൊണ്ട് അതിന്റെ സംരക്ഷണമാണ്, അതിനെ സൂക്ഷിക്കുന്നതാണ്, അത് നിനക്ക് കാവലായിരിക്കുന്നതാണ്. നീ ഒരു കൃപയുള്ള ദൈവപൈതലാണെങ്കിൽ ലോകത്തിൽ ഒരു മനുഷ്യന് നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. അവസാനം വരെ നിന്നെ പരിഹസിച്ചാലും ഒടുവിൽ നീയെ ജയിക്കത്തുള്ളൂ. കാരണം ബൈബിൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായ പുസ്തകമാകയാൽ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്, കൃപയിൽ നിറഞ്ഞ ദൈവത്തോട് സ്തുതിച്ചാട്ട്. അവൻ കറുത്ത ഉടുപ്പിട്ട തലയിൽ കറുത്ത തുണി കിട്ടിയ കമാൻഡോസ് ഡൽഹി മുഴുവൻ പോന്നു ചുറ്റുമ്പോൾ കത്തിച്ചില്ല ചെങ്കോട്ടയിൽ ജനനയുടെ പൊക്കൽ കൊടിയിൽ ചാവേർ മുമ്പിൽ വെച്ച് കെട്ടി തെരുവുകൾ ചുടലക്കളമാക്കിയില്ലേ, പാർലമെന്റിനകത്ത് ഓടി കയറിയില്ല, നുഴഞ്ഞു കയറ്റക്കാർ അമേരിക്കയുടെ ചാരസംഘടന CIA-യുടെ ഏജന്റുമാരുടെ കോട്ടിന്റെ ബട്ടൺസ് വിടുവാൻ ക്യാമറയായിട്ട് മീറ്റിംഗ് വിടും. ഒസാമ ബിൻ ലാദന്റെ വിമാനം ഒട്ടിച്ചില്ല, ന്യൂയോർക്കിലെ കെട്ടിടം തകർത്തില്ല. ഇവിടെ എത്ര വലിയ അശേഷം പട്ടി കാവൽ നിന്നാലും കോൺഗ്രസിന്റെ പൂട്ടിട്ട് കൂട്ടിയാലും നാഗാലാൻഡിലെ മൂർഖ വാളവിട്ട് നിന്നാലും എന്റെ തമ്പുരാൻ കാവലില്ലെങ്കിൽ, എന്റെ ദൈവം കാവലില്ലെങ്കിൽ, എന്റെ ദൈവം കാവലില്ലെങ്കിൽ എല്ലാ തകർന്ന് തരിപ്പണമാകുമെന്ന് ഈ രാത്രി അറിയാതെ പോകല്ല. എന്നെ സൂക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ പേര് പറഞ്ഞേ, അപ്പനോ അമ്മയോ? നിന്നെ സൂക്ഷിക്കുന്ന ഉറപ്പുള്ള ഒരാളുടെ പേര് പറഞ്ഞ ആങ്ങളെയോ? ആങ്ങളെ പുള്ളിയായി സൂക്ഷിക്കുന്ന പേര് അമ്മ. നിങ്ങൾക്ക് സംരക്ഷണം തരുന്ന ഉറപ്പുള്ള ആളുടെ പേര് പറ. നിങ്ങൾ വളർത്തുന്ന പട്ടിയോ? നിങ്ങളെ ആര് സംരക്ഷിക്കും? അവൻ സ്തോത്രം. ചില ആൾക്കാർ പറയുന്നത്, പാസ്റ്റർ എനിക്ക് സംരക്ഷണം വേണ്ട, എനിക്ക് അകത്തറല, പുറന്തറല, കോരിത്തറല, വായത്തറല, ഇരുത്തറല, കടത്തനാടൻ, തുളുനാടൻ, കട്ടാസ്, മൈക്രി, കരാട്ട എല്ലാം അറിയാം. എഴുതി വെച്ചോ. നിനക്ക് അരിക്ക് മുട്ടിയാലും ഇടിക്ക് മുട്ടുകാരൻ. എന്റെ ഒരു കൂട്ടുകാരൻ കരാട്ടെ സെക്കൻഡ് ഹാൻഡ് വായ്പാക്ക. അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവന്റെ സമ്പായി ശ്രീലങ്കക്കാരനാണ്.
ഞാൻ ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ടടാ ഗുണം ഇത് പിടിച്ചിട്ട്? ഇടത്തുനിന്നും വലത്തുനിന്നും മുമ്പിൽ നിന്നും പുറകിൽ നിന്ന് 4 സൈഡിൽ നിന്ന് അടി വന്നാലേ ദേഹത്ത് കൊള്ളത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, എഴുതി വെച്ചോ, നിനക്ക് മൂളിൽ നിന്ന് അടി വരും. എല്ലാ ദൈവത്തെ സൂചിച്ചാണ് നീ പഠിച്ചിരിക്കുന്ന അനുസരിച്ച് 4 സൈഡിൽ നിന്ന് അടി വന്നാൽ കൊള്ളില്ല, നിനക്ക് മുകളിൽ നിന്നായിരിക്കും അടി വരുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും അറിയത്തില്ല. 4 വശത്തും അടിയുണ്ട്, മുകളിൽ ഇരിക്കുന്ന തടയുന്നുണ്ട്. ഒന്ന് നല്ലപോലെ ദൈവത്തെ ആരാധിക്കുന്നത്, നിന്നെ സൂക്ഷിക്കുന്നുണ്ട്, നിന്നെ പരിപാലിക്കുന്നുണ്ട്. പിള്ളേരോട് ഞാൻ പറയാം, നീ എവിടെ പോയാലും നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ, നിന്റെ കണ്ണിനകത്ത് തീയുണ്ടെങ്കിൽ, നിന്റെ നാവിൽ അധികാരമുണ്ടെങ്കിൽ, ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്നവരുടെ പറയട്ടെ, ഇവിടെ പ്രമുഖരും ഭാഷിച്ചും മയക്കുമരുന്നുകൾക്ക് ഒരുപാട് ചെറുപ്പക്കാർ അടിമകളാ. എന്നാൽ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ആരാധിക്കുന്ന അഭിഷേകമുള്ള ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് NDMA പുറകിന് പോകുന്നില്ലെന്ന് ചോദിച്ചാൽ, അവന്റെ മേൽ ദൈവ തേജസ്സുള്ളതുകൊണ്ട്, അവനെ സംരക്ഷിക്കുന്ന പരിശുദ്ധാത്മാവായതുകൊണ്ട്, അവൻ ചെറിയുള്ളവൻ ഇതിന്റെ തലമുറ ഇത് സംരക്ഷിക്കപ്പെടുന്നവൻ. നിന്റെ മക്കൾ കോളേജിൽ പോയാൽ, നിന്റെ മക്കൾ സ്കൂളിൽ പോയാൽ, അവർ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ, അവർ ബസ്സിൽ കയറിയാൽ, അവർ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ, അവർക്ക് കൂട്ടുപോകുന്നത് വീട്ടുകാരല്ല, പരിശുദ്ധാത്മാവ്. നിന്റെ കൂടെയുണ്ട്, നിന്റെ കൂടെയുണ്ട്. സന്തോഷത്തോടെ താമസിക്കാൻ കൂടെയുണ്ട്, നിന്റെ കൂടെയുണ്ട്, നിന്റെ കൂടെയുണ്ട്. കൈവിടില്ല. സ്വന്തമായി ദൈവത്തെ സ്തുതിച്ചു, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചു. എന്റെ തമ്പുരാൻ പറഞ്ഞു, ഞാനാണ് സ്തോത്രം. ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ തമ്മിലൊന്ന് ചെറുതായിട്ടൊന്ന് പെടണം. അത് കഴിഞ്ഞ് നമ്മളങ്ങനെയാണ്. അപ്പൊ അവിടേക്ക് നമ്മൾ പോവാണ്. അവൻ ചില വാതിലുകൾ നീ സൂക്ഷിക്കണം, ചില വാതിലുകൾ സൂക്ഷിക്കണം പറഞ്ഞു. The doors of hell, ഈ ഭൂമിയിൽ നിനക്ക് ചുറ്റും നരകത്തിന്റെ വാതിലുകൾ സൂക്ഷിക്കണം. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ. അടുത്തൊരു പദം കൂടെ പറഞ്ഞു, എന്റെ പേര് പറഞ്ഞ് പലരും സൂക്ഷിക്കണം. നമ്മുടെ ഒരു കുഴപ്പം, മലയാളിയുടെ ഒരു കുഴപ്പം, വാതിൽ തുറന്ന് കിടക്കുന്ന കണ്ട ബാക്കി പറ അങ്ങ് കയറി കൊടുക്കും. മനസ്സിലാവുന്നുണ്ട്? മാത്രല്ല, മലയാളിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടിയ പടക്കം പലത്തില്ല. വായിക്കാതെ പൊട്ടുമ്പോഴേ അറിയത്തുള്ളൂ പടക്കമായിരുന്നു. സൗജന്യമായിട്ട് കിട്ടണം. സ്തോത്രം പറഞ്ഞാൽ അതുകൊണ്ട് നിന്നെ മുമ്പിൽ തുറന്നു വെക്കും, നിന്നെ വശീകരിക്കും. ആ വാതിൽ സൂക്ഷിക്കണം. വായിക്കാം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? യഹോവയായ ദൈവം കായീനോട് പറഞ്ഞു, കായീനേ, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? പാപം വാതിൽക്കൽ കിടക്കുന്നു. എവിടെ കിടപ്പുണ്ട്? ഇനി അത് മാത്രമല്ല, അത് വാതിൽക്കൽ ചുമ്മാ കിടപ്പൊന്നുമല്ല. വാതിലൂടെ വായിക്കും. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. നിന്നെ തകർക്കാൻ വാതിൽക്കൽ കിടക്കുന്നു. ഇത് അങ്ങനെയല്ല പറഞ്ഞത്. പാപം മൊബൈലിനകത്ത് കിടക്കുന്നു. തുറന്നു നോക്കിയപ്പോ ഐ ലവ് യു. ഉടനെ അടിയിലോട്ട് എഴുതി ഐ ലവ് യു ടു. എവിടെങ്കിലും കിടക്കുക. അവൻ പറയുക, ആകാശം ഇടുക്കി വേണം, ലോകം മുഴുവൻ ഇളകി മുറിഞ്ഞാൽ ഞാൻ നിന്നെ കൈവിടില്ല. 7 സമുദ്രങ്ങൾ താണ്ടി, 7 മലകൾ താണ്ടി ഞാൻ നിന്റെ അടുക്കൽ വരും. മുമ്പേറ്റോടെ സ്നേഹിക്കുന്ന പെണ്ണിനെ ഇടുന്ന മെസ്സേജാണ്. റോഡ് കുറുകെ കിടക്കാത്തവൻ, 2 സൈക്കിള് പോയാൽ റോഡ് കുറുകെ കിടക്കാത്തവൻ 7 മല താണ്ടി നിൽക്കുന്നു.
ഇത് വിശ്വസിക്കുന്ന പെൺകൊച്ചിനെ എന്താ ചെയ്യേണ്ടത്? ചിലവരിടും ഞാൻ എല്ലാം വഹിച്ചോളാം എന്ന് പറഞ്ഞാൽ നിന്നെ കൈ കിട്ടി അവൻ നിന്നെ വഹിക്കും. അവൻ വശീകരിക്കാനാണ്. അവൻ വായിക്കും റോമാലേഖനം 7-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യം വായിച്ചേ. റോമാലേഖനം 7-ാം അധ്യായം 11-ാം വാക്യം. പാപം അവസരം ലഭിച്ചിട്ട് ചാൻസ് നോക്കിയിരിക്കുക. അവസരം ലഭിച്ചിട്ട് കൽപ്പനയാ എന്നെ ചതിക്കുകയും ആദ്യം ചതിക്കും, കൊല്ലുകയും ചെയ്തു. പിന്നെ രാത്രി 10:30 മണി കഴിഞ്ഞ് മൊബൈൽ ഓൺ ചെയ്ത് വെക്കല്ലേ. കാരണം ചിലവരൊക്കെ ലാസ്റ്റ് നിന്നെ വിളിച്ചിട്ടായിരിക്കും ആത്മഹത്യ. തെറ്റി വിളിക്കുന്ന നമ്പർ ഉള്ള തെറ്റാൻ മതിയല്ലോ. പോലീസ് നോക്കുന്നതിന് മരിക്കുന്നതിന് മുമ്പ് ആരെയാണ് വിളിച്ചത്? എന്റെ നമ്പറാണ്. ഇതൊന്നും എല്ലാവരും നമ്മൾ പ്രസംഗത്തില്ല. ഞാനാ പറയുന്നത്. വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ഇതിപ്പോ എവിടെ കിടക്കുന്ന പാവം? എവിടെ കിടക്കുന്നു? വാദത്തിലാണ് കിടക്കുന്നത്. അത്രേ ഉള്ളൂ. സങ്കീർത്തനം 38-ാം അധ്യായം 4-ാം വാക്യം. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. വാദത്തിൽ കിടന്ന സാധനം ഇപ്പൊ എവിടെ കയറി? തല കയറി. വാദത്തിൽ കിടന്നുണ്ട്. നീ അതിനെ പോകാതിരുന്ന പോലെ. ഞാൻ പറഞ്ഞിട്ട് ഗ്യാസിനകത്ത് ഗ്യാസ് ഉണ്ടായിക്കോട്ടെ, സ്റ്റവ്വിൽ തീ ഉണ്ടായിക്കോട്ടെ, നൈറ്റിയെ കുടിക്കാതെ കുടിച്ചാ പോലെ. പാവം എവിടെ കാണുന്നേ? വാതിൽ കിടന്നു. ഇപ്പൊ എവിടെ കയറിയിരിക്കുന്നത്? തലേ കയറിയിരിക്കുകയാണ്. അടുത്ത വാക്യം വായിക്കാം. 5-ാം വാക്യം. എന്റെ ഭോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. വാതിൽ കിടന്ന പാവം തലേ കയറി. ഇപ്പൊ നാട്ടിൽ നാട്ടു. 6-ാം വാക്യം വായിക്കും. ഞാൻ കുനിഞ്ഞ് ഇങ്ങനെ പോവാ. ചേട്ടാ എന്നാണോ? ഞാൻ കുഞ്ഞിഞ്ഞ ഏറ്റവും കൂടിയിരിക്കുന്നു. ഇത് വാദം കിടക്കുന്ന നമ്മൾ പറഞ്ഞ വാദം കിടപ്പുണ്ട്, സൂക്ഷിക്കുന്നു. പാവം വാദം കിടന്നു തലേ കയറി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇച്ചിരി നേരത്തേക്ക് പറഞ്ഞു. പിന്നെ നമ്മളത് അതാണ് ഞാൻ പറഞ്ഞു. ഇനി 8-ാം വാക്യം വായിക്കാം. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. എന്റെ ഹൃദയത്തിലെ എന്റെ നെഞ്ചിടിക്കുന്നു. പാവെടുത്ത് തല വെച്ച് നാറ്റമായി തലയിൽ കുടിക്കും. നെഞ്ചിടിക്കുന്നു. ഇടത്തെ സൈഡില് നേരത്തെ ദൈവമക്കളെ, ഞാൻ കൈ കൊടുക്കും. നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയാം, വഞ്ചിക്കപ്പെടരുത്. ഈ പുതിയ തലമുറയിൽ എങ്ങനെയും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ പിശാച് അവന്റെ വശീകരണ തന്ത്രങ്ങളുമായിട്ട് അവൻ ഇറങ്ങി നടപ്പെട്ട് വീണ് പോലെ. സമയം കുറവുണ്ട്, മുമ്പോട്ട് പോവുക. അതുകൊണ്ട് ശ്രദ്ധിക്കണം, വാതിൽ ശ്രദ്ധിക്കണം. വായിക്കാൻ 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിന് 9-10 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നു. എലീശയുടെ വീടിന്റെ വാതിൽക്കൽ ആര് വന്നിരിക്കുന്നു? നയമാൻ. നിങ്ങൾ അറിഞ്ഞിരിക്കണം, 6-ാം രാജാവിന്റെ സേനാനായകൻ സമയം DGP. ആരാ സേനാനായകൻ എന്ന് പറഞ്ഞാൽ? ആരാ? കേരളത്തിന്റെ പോലീസ് സേനയുടെ നായകൻ എന്ന് പറഞ്ഞാൽ ആരാ? DGP. എവിടെ നിൽക്കുന്നു? ഉപദേശത്തെ വീടില്ല, വിറ്റു വാതിക്കല്. നമ്മൾ തുറക്കൂല, സത്യസന്ധമാണ് തുറക്കും. ഞാനാണെങ്കിൽ തുറക്കും.
പക്ഷെ ഏലീശ തുറന്നില്ല. ഏലീശ കാരണം പാപം വാതിൽക്കൽ വന്നു. പാപം വാതിൽക്കൽ വന്നിട്ട് ഇത് ഏലീശയ്ക്കുള്ള മുഴുവനാണല്ലോ. ഏലീശ വിവേചിച്ചറിയുന്നതാണ്. ഏലീശ വിവരം വിവേചിച്ച് അപ്പൊ വാതിൽക്കൽ വന്ന് നിൽക്കുന്നവൻ കുഷ്ഠരോഗിയാണ്. ഏലീശ കതവ് തുറക്കാതെ അകത്തിരുന്നു എന്ന് പറഞ്ഞു. അജമക്കളെ, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാം. കഥ പുള്ളി തോന്നില്ല. പുള്ളി അകത്തിരുന്നു പറഞ്ഞു, പോയി മുങ്ങിക്കോളാം, പോയി മുങ്ങിക്കോളാം പറഞ്ഞു. അപ്പോൾ നിന്റെ ദേഹം സന്തോഷമായില്ല. DGP പ്രതീക്ഷിച്ചത് അപ്പോൾ നിന്റെ ദേഹം അല്ല, അപ്പോൾ നയമം ബുദ്ധിച്ചു മുന്നേ തുടങ്ങിയാൽ മതി. അപ്പോൾ നയമാൻ ഏറ്റവും വൃദ്ധിച്ചു പുറപ്പെട്ടു. അപ്പോൾ നയമം ഏറ്റവും ബുദ്ധിച്ചു. അവനൊക്കെ ദേഷ്യം വന്നു. അല്ലാണ്ട് DGPക്ക് ദേഷ്യം വന്നിട്ടാണ്. അവൻ തന്നെ പുറത്തു വന്ന് അടുത്ത് നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ഏലീശ വന്ന് അടുത്ത് വന്നത് യഹോവയായ ദൈവത്തിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന്മീതെ ഇവന്റെ നല്ല കൈ വെച്ചിട്ട് ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞ ആട്ടൊന്നും വിചാരിച്ചു. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ഒരു അല്ലേ. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വന്ന തുപ്പൽ വിതർപ്പിച്ച് അവന്റെ മുഖം കുളിപ്പിച്ച കൊടുത്തു. അവൻ വിചാരിച്ച് ഏലീശ ഇറങ്ങി വന്ന് തലയെ കൈവച്ചിട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആട്ടി വിടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഏലീശയ്ക്ക് ഒരു കാര്യം അറിയായിരുന്നു. ഇയാൾ കുഷ്ഠം മാത്രം കൊണ്ടല്ല വന്നേക്കുന്നത്. ഇയാളുടെ രഥത്തിനകത്ത് വില കൂടിയ വസ്ത്രങ്ങളും സ്വർണവും വെള്ളിക്കട്ടികളും എല്ലാം ഉണ്ട്. അത് കൊടുക്കാൻ ഏലീശയ്ക്ക് കൊടുക്കാൻ. ഏലീശ അത് അറിയാവുന്നതുകൊണ്ട് ആ വാതിൽ തുറക്കാൻ മനസ്സിലാവുന്നുണ്ടോ? അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പാടില്ല. അത് ആര് വാങ്ങി? ഗേഹസി വാങ്ങി. എന്റെ കൂടെ വാ. അത് ആര് വാങ്ങി? ഗേഹസി വാങ്ങി. നയമാന്റെ കുട്ടം ആർക്ക് കിട്ടി? ഗേഹസിക്ക് കിട്ടി. അത് ആർക്ക് കിട്ടിയേനെ? ഏലീശയ്ക്ക് കിട്ടിയാൽ അത് വാങ്ങിയിരുന്നെങ്കിൽ മനസ്സിലായോ? ഇത് മനസ്സിലാക്കിയ ഏലീശ അത് വാങ്ങിയില്ല എന്ന് വചനത്തോട് മനസ്സിലായവരും സ്വന്തം പറഞ്ഞാട്ടെ. ഞാനൊരു ദൂതനോട് പറയാം, ചിലപ്പോൾ നിങ്ങളുടെ വാതിൽക്കൽ പാപം വന്നു നിൽക്കും, വശീകരിക്കാൻ വന്നു നിൽക്കും. വീടിന്റെ കയറി താമസത്തിന് ഭാര്യ ഭർത്താവോട് പുതിയ വീട് വെച്ചതാ. കയറി താമസത്തിന് ആൾക്കാർ വന്നപ്പം കിണ്ടി, മൊന്ത, സോപ്പൊട്ടി, തേപ്പൊട്ടി, ഫോട്ടോ, ബ്ലോക്ക് എല്ലാം കൊണ്ടുവന്നു. 1 മണിയായപ്പോ ആഹാരമെല്ലാം കഴിച്ച് എല്ലാവരും പോയി. ഭാര്യ പറഞ്ഞു, എന്താ മനസ്സിലാണ് ഇതിന്റെ പൈസ കൊണ്ട് തന്നിരുന്നെങ്കിൽ പ്രയോജനമുണ്ടായിരുന്നു. 16 ബ്ലോക്ക്, 5 കിണ്ടി, 14 മൊന്ത, എല്ലാ കാര്യത്തിന്. നിങ്ങളെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ ഇനി മൊന്ത പിടിച്ചോണ്ട് പോകും. പൈസ കൊടുത്ത എല്ലാം മേടിച്ചുകൊണ്ട് അന്നേരമാണ് പോസ്റ്റ്മാൻ വന്ന് വിളിക്കുന്നത്. ഒരു 2:30-3 മണിയായി. ഉടനെ അറിയുന്ന ഒരു രജിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഒപ്പിട്ട് മേടിച്ചപ്പോൾ അവിടുത്തെ ഏറ്റവും പുതിയ തിയേറ്ററിൽ ഇപ്പൊ ഇറങ്ങിയ റിലീസായ സിനിമയുടെ 2 സെക്കൻഡ് ഷോയുടെ ബാൽക്കണി റിസർവേഷൻ ടിക്കറ്റ് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ പുതിയ ഹൗസ് വാമിങ്ങിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പോയി സിനിമ കണ്ട് സന്തോഷിക്കും. ഭാര്യ പറഞ്ഞു, മനുഷ്യത്വമുള്ളവർ ഇപ്പോഴും ഉണ്ടല്ലോ. ഹിന്ദി കൊണ്ടല്ലേ മറ്റൊരാളെ കൊണ്ടുവന്നേ. ഇതെന്തുവാ? സിനിമ ടിക്കറ്റ്. രാത്രി അവര് സിനിമയ്ക്ക് പോയി ടിക്കറ്റ് കൊണ്ട് ഈ അയച്ചു കൊടുത്തവർ ഒരു ലോറി കൊണ്ടുവന്ന് അന്ന് കിട്ടിയ കിണ്ടി ഉൾപ്പെടെ രാത്രി മോട്ടിച്ചോണ്ട് പോയി. അതിനുവേണ്ടി അവൻ ടിക്കറ്റ് അയച്ചു കൊടുത്ത ഫ്രഷ്. മനസ്സിലായോ? ചുരിദാർ മേടിച്ചു തരാം, മൊബൈല് മേടിച്ചു തരാം, രാത്രി 12 മണിക്ക് വയ്ക്കാം, ചാർജ് ചെയ്ത് തരട്ടെ. നീ ആരടാ? നീ ചാർജിന്റെ ഹോൾസെയിൽ 12 മണിക്ക് ദീപ്തിമോൾക്ക് ചാർജ് ചെയ്ത് കൊടുക്കുക. കയ്യൊന്നും മുക്കണ്ട, പ്രാർത്ഥിച്ചോണ്ട് ചില വാതിലുകൾ നിന്നെ തകർക്കാൻ വശീകരണ മന്ത്രങ്ങളുമായിട്ട് നരകത്തിന്റെ വാതിലുകളെ സൂക്ഷിക്കും.
ഞാൻ എന്റെ സഭയെ പണിയും, നരകത്തിന്റെ വാതിലുകൾ അതിനെ ജയിക്കയില്ല. കർത്താവിന്റെ സഭ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ജ്ഞാനമാണ്. സ്വന്തം അത് കെട്ടിടമല്ല, നിങ്ങൾ ജ്ഞാനമാണ്, നിങ്ങൾ ജ്ഞാനമാണ്. ഇതിനെ നരകത്തിന്റെ വാതിലുകൾക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, വേറൊരു വാതിൽ, തുറക്കാൻ പാടില്ലാത്ത വാതിൽ. അതാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുറക്കേണ്ട വാതിൽ അത് വേണ്ടി പറയും. പത്രോസ് അവളോട് ആരോടാണെന്നറിയോ? സഫീറ. ആരോടാ? ഭർത്താവിന്റെ പേരെന്താ? അനന്യാസ്. ഇവര് രണ്ടുപേരും പറഞ്ഞു. അപ്പൊ പത്രോസ് സഫീറയോട് പറയാണ്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ആരും തമ്മില് എന്നാ ഐക്യത? ദശാംശം കൊടുക്കാതിരിക്കാനുള്ള സ്നേഹം. നിങ്ങൾ തമ്മിൽ ഒത്തതുണ്ട്. ഇതാ നിന്റെ ഭർത്താവിനെ കുടിച്ചിട്ടവരുടെ കാൽ, നിന്റെ ഭർത്താവിനെ കുടിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്. കാല് മാത്രമേ ഉള്ളൂ. അല്ല, അലവാക്കും മമ്മട്ടിയും കൂത്താലിയും കംപ്ലീറ്റ് ആയുധങ്ങൾ കുടിച്ചിട്ടൊന്നും നിൽക്കുമല്ലോ. അതൊന്നും മനസ്സിലായിരുന്നു. കർത്താവിനോടും പരിശുദ്ധാത്മാവോടും കള്ളം പറഞ്ഞ് സ്ഥലം വിറ്റ കാശ് മാറ്റി വെച്ചപ്പോൾ അവൻ താഴെ വീട് ചത്തുപോയപ്പോ അവനെ കുടിച്ചിട്ടവരൊന്ന് ഇവിടെ നിൽക്കുന്നു, വാദത്തിൽ ഒന്ന് നിൽക്കുന്നു. അതുകൊണ്ട് ഭാര്യയോട് പറയണം, നീ എങ്കിലും സത്യം പറ, നിന്നെ കുടിച്ചിടാതിരിക്കാൻ. ഇത്രയ്ക്കോ വിറ്റ് ദൈവത്തിന് കൊടുത്തില്ല എന്നുള്ളതല്ല കംപ്ലൈന്റ്. വ്യാജം പറഞ്ഞു പരിശുദ്ധാത്മാവിനോട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ ഭർത്താവിനെ കുടിച്ചിട്ടവര് കഥകിന്റെ വെളിയിൽ നിൽപ്പുണ്ട്, നിന്നോട് ചോദിക്കുക ഇത്രയ്ക്കോ. കർത്താവ് പറയുക, ആ വാതിൽ നീ തുറപ്പിക്കരുത്. ആ വാതിൽ അപകടമാണ്. പാവവാദത്തിൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാണ്. അവൻ സമയത്തിന്റെ പരിധിക്കുള്ളിൽ എല്ലാം ഭംഗിയായിട്ട് തീർക്കുന്നത് കൊണ്ട് അവൻ ഞാൻ തുറക്കേണ്ടാത്ത വാതിൽ, പാപത്തിന്റെ വാതിൽ, വശീകരണത്തിന്റെ വാതിൽ, ദ്രവ്യാഗ്രഹത്തിന്റെ വാതിൽ, അവൻ നമ്മളെ തകർക്കുന്ന വാതിൽ, അത് ഒത്തിരി ഉണ്ട്. ഞാൻ അത് എടുക്കുന്നില്ല, വേണ്ട. ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ മുഖമെല്ലാം കണ്ടപ്പോൾ സ്തോത്രം. ചിലരൊക്കെ മുഖം എന്നെ നോക്കുന്നത് നിന്നെ കൊണ്ട് ഞാൻ ആ രീതിയിലായിരിക്കും. ഞാൻ അതുകൊണ്ട് ആ വിഷയമേ വിടുകയാണ്. നമ്മൾ നല്ല ചിന്തയിലേക്ക് പോകുന്നു. തുറക്കണ്ട വാതിലുകൾ, ദൈവമക്കൾ പ്രാർത്ഥനയോടെ തുറക്കണ്ട വാതിലുകൾ മാത്രം. ഈ രാത്രി അതിലേക്ക് പോവുകയാണ്. എല്ലാ ദൈവത്തെ സ്തുതിച്ചാണ്. തുറക്കണ്ട വാതിൽ, തുറക്കണ്ട വാതിൽ, തുറക്കണ്ട വാതിൽ. അവൻ നാം ഏത് വാതിൽ തുറക്കണം? അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 13-14. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 13-ാം. അവൻ പടിപ്പുര വാതിൽക്കൽ മുട്ടിയാറെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു. പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ പടിപ്പുര വാതിൽക്കൽ വന്ന് മുട്ടിയാറെ. രോദ എന്നൊരു ബാല്യക്കാരത്തി, രോദ എന്ന് പറയുന്ന ഒരു യൗവനക്കാരിയായ ഒരു ബാല്യക്കാരത്തിയായ ഒരു പെൺകുട്ടി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ബൈബിളിന്റെ പേപ്പർ എല്ലാവരും അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടു. കഥവ് തുറക്കാതെ പാസ്റ്ററുടെ ശബ്ദം തിരിച്ചറിഞ്ഞ വിശ്വാസിക്കായി സ്തോത്രം. കഥ തുറന്നു, കഥ തുറന്നു. ചില പാസ്റ്റർമാരൊക്കെ ഫോൺ ചോദിക്കുന്ന, ഹലോ അന്ത്രോസ് ആണോ? അല്ല. ഫിലിപ്പോസോ? അല്ല. ചാക്കോയാണോ? അല്ല. നിന്റെ പാസ്റ്ററാണോ? അവൻ എന്ത് ചെയ്തോണ്ടിരിക്കുക? ശ്രദ്ധയോടെ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? പത്രോസിന്റെ വിടുതലിന് വേണ്ടി. ഇപ്പൊ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി എവിടെ ഉണ്ട്? കഥകളിൽ വെളിയിട്ടുണ്ട്. ഈ രോഗ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. പത്രോസ് വെളി വന്നിട്ടുണ്ടോ? എന്നെ പറഞ്ഞു, നിനക്ക് ഭ്രാന്ത, അത് ഭൂതമാണ്. എന്തോ സഭ മൊത്തം എന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
പത്രോസിനെ പിടിപ്പിക്കാൻ എന്താ പറഞ്ഞാ പ്രാർത്ഥിക്കുന്നത്? രക്തം രക്തം യേശുവിന്റെ രക്തം രക്തത്താൽ രക്തം രക്തം പത്രോസ് പിടിപ്പിക്കും. അപ്പം ഈ പത്രോസ് എവിടെ നിൽക്കുന്നുണ്ട്? കുഞ്ഞെ, നീ പ്രാർത്ഥിച്ചതിന്റെ മറുപടി നിന്റെ വീടിന്റെ വാദത്തിലുണ്ട്. നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി നിന്റെ വീടിന്റെ വാദത്തിലുണ്ടെന്ന് ഒരാമൻ പറ. നിന്റെ വിഷയത്തിന്റെ മറുപടി വന്നു കഴിഞ്ഞു. ഇനി നീ അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്നാൽ മതി. നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധമായ ദൈവത്തെ സ്തുതിക്കുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു കഴിഞ്ഞു. ഒരു കഥകിൽ നിന്ന് കനം വെച്ചാണ്. ഒരു കഥകിൽ നിന്ന് കനം വരും. പല സൈസ് കഥകളുണ്ട്. സാധാരണ ഒരു കഥകിൽ നിന്ന് കനം വരും 2 ഇഞ്ച് അല്ലേ? ഇത്രയുള്ള കനം. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നീയും തമ്മിലുള്ള അകലം എത്ര ഇഞ്ച്? 2 ഇഞ്ച്. കഥകിന് 2 ഇഞ്ച് കനവേ ഉള്ളൂ. വെളിയിൽ എന്തുണ്ട്? മറുപടി. അകത്ത് പ്രാർത്ഥിച്ചത് വിശ്വാസത്തോടെ തുറന്നാൽ, വിശ്വാസത്തോടെ തുറന്നാൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ മറുപടി നിന്റെ കണ്ണു നിറച്ച് കാണാൻ പറ്റും. എത്ര പേർക്ക് പ്രസംഗത്തിന്റെ ആഴം പിടിക്കുന്ന എത്ര പേര് നടത്തുണ്ട്? ഈ പ്രസംഗത്തിന്റെ ആഴം മനസ്സിലാവുന്നവർ തുറച്ചാൽ, നീ വാതിൽ തുറച്ചാൽ, നീ വാതിൽ തുറച്ചാൽ ഒരു തുണിയും കൂടെ അതിനകത്തൊന്ന് പറയാം. ദൈവദാസന്മാർക്ക് വേണ്ടി വീടിന്റെ വാതിൽ തുറക്കുന്നവർക്കായി സ്തോത്രം. അവൻ നിന്റെ വീടിന്റെ വാതിൽ മറ്റൊന്നിനും തുറന്നില്ലെങ്കിലും ആർക്ക് വേണ്ടി തുറക്കണം? ആര് മുട്ടിയാൽ തുറക്കണം? പറ. ദൈവദാസന്മാർ മുട്ടിയാൽ നിന്റെ വീടിന്റെ വാതിൽ തുറക്കണം. അവൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ആത്മശക്തിയോടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, നിന്റെ വീടിന്റെ വാതിൽ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പറയും, എന്റെ ഈ അനുഗ്രഹത്തിന്റെ കാരണം, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം എന്റെ അമ്മ ദൈവദാസന്മാർക്ക് വേണ്ടി എന്റെ വീടിന്റെ വാതിൽ തുറന്നതുകൊണ്ട്, എന്റെ വീടിന്റെ വാതിൽ തുറന്നതുകൊണ്ട്, എന്റെ വീടിന്റെ വാതിൽ തുറന്നതുകൊണ്ട്, എന്റെ വീടിന്റെ വാതിൽ തുറന്നതുകൊണ്ട്. ഇടുക്കി ജില്ലയിൽ പീരുമേട് എന്ന് പറയുന്ന സ്ഥലത്ത് കരടിക്കുഴി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ വളർന്നത്. ഒരു പുല്ലുമേഞ്ഞ പുല, ചാണകം ഒഴുകിയ തറ. എന്റെ അമ്മ, എന്റെ അപ്പനും 6 മക്കളായിരുന്നു. ഞാൻ രണ്ടാമത്തെയാണ്. എന്റെ അമ്മ 3 രൂപ 30 പൈസ ശമ്പളത്തിന് ഒരു ദിവസം തേയിലത്തോട്ടത്തിൽ കൊളുന്ത് മുള്ളാൻ പോയി വളർത്തിയ ആളാണ്. യേശു രക്ഷകനാണ് എന്നെ പഠിപ്പിച്ചത്, ഉപദേശിയല്ല. എന്റെ പെറ്റ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. സന്തോഷത്തോടെ കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. എന്റെ അമ്മയ്ക്ക് പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു തമിഴ് ഉപദേശി, അവിടെ ഒത്തിരി തമിഴ് ആൾക്കാരുണ്ട് ആ നാട്ടില്. ഒരു തമിഴ് ഉപദേശി ഹാർമോണിപ്പെട്ടിയൊക്കെ ആയിട്ട് ഒരിക്കലും എന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് അദ്ദേഹം ഹാർമോണിയൊക്കെ പെട്ടി വായിച്ച് ഒരു പഴയ പാട്ട് പാടി. തേനിനി വെയിലും യേശുവിൻ നാമം ദിവ്യ മധുരമാണി, അത് തേടിയോടി ഓടി അലയുന്നു എന്ന് പറഞ്ഞ പെട്ടി, ഹാർമോണിപ്പെട്ടി വായിച്ചു പാടി. ഞാൻ നോക്കിയപ്പോ എന്റെ അമ്മ അടുക്കളയിൽ വന്നു കരയുക. ഞാൻ ചെറുതാ, ഞാൻ ജില്ലാറിലോ പഠിക്കുക. പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, എന്തിനാ കരയുന്നേ? പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? അമ്മ പറഞ്ഞു, അമ്മ അച്ഛന് കൊടുക്കാൻ 25 പൈസ പോലും എൻ്റെ നിനക്കറിയാമോ, എൻ്റെ അമ്മ കോഴിയിട്ട 2 മുട്ട വീട്ടിലുണ്ടായിരുന്നു. അത് പൊതിഞ്ഞ് ആ ഉപദേശി കൊടുത്തു. എന്റെ അമ്മ ചെയ്ത ആ കാര്യം സ്വർഗം കണ്ട ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, പ്രശ്നമില്ല. ഞാൻ ലോകത്തിൽ എത്ര രാജ്യത്തു, എത്ര 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ താമസിച്ചു,
എൻ്റെ അമ്മ കൊടുത്ത കോഴിമുട്ടയാണ്. കർത്താവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീര് നീ കൊടുത്ത ദൈവദാസന്മാർക്ക് ഇതിന്റെ വീട് തുറന്നു കൊടുത്ത ദൈവദാസന്മാർക്ക് വേണ്ടി നീ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ കൊടുത്താൽ അവൻ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. പത്രോസിന് വേണ്ടി വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടി വാതിൽ തുറക്കണം. 2, നിന്റെ വീട്ടിൽ വരുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി നീ വാതിൽ തുറക്കണം. 3, പത്രോസ് സമം ഉപദേശത്തിന്റെ രാജാവാണ്. അങ്ങനെയാണ് നിന്റെ ജീവിതം ഉപദേശത്തിന് വേണ്ടി തുറക്കണം. പത്രോസിന് വേണ്ടി തുറക്കണമെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് അർത്ഥമുണ്ട്. കാരാഗ്രഹത്തിനകത്ത് കഷ്ടതയിൽ കിടന്നിട്ട് വന്നതാ, തല്ലുകൊണ്ടിട്ട് വന്നതാ. അടുത്ത വാക്യം, കഷ്ടതയിൽ കിടക്കുന്നവർക്ക് വേണ്ടി നിന്റെ വീടിന്റെ വാതിൽ തുറക്കണം. കരയുന്നവർക്ക് വേണ്ടി നിന്റെ വീടിന്റെ വാതിൽ തുറക്കണം. വേദനിക്കുന്നവർക്ക് വേണ്ടി നിന്റെ വീടിന്റെ വാതിൽ തുറക്കണം. ഞാൻ മുൻപോട്ട് പോട്ടെ. അടുത്ത വാക്യത്തിൽ കിടക്കട്ടെ. തുറക്കേണ്ട മറ്റൊരു വാതിൽ 1 കൊരിന്ത്യർ 16-ാം അധ്യായം 9-ാം വാക്യം. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. അടുത്ത വാക്യം, എതിരാളികളും പലരുണ്ട്. ആ ദൂത് മെയിനായിട്ട് പാസ്റ്ററോടാണ്. എതിരാളികൾ ഒത്തിരി ഉണ്ട്, ദേശത്തുണ്ട്. പക്ഷെ തുറന്ന വാതിൽ സഫലമായ വാതിലാണ് എന്ന് പറഞ്ഞാൽ ഈ ദേശത്തിന്റെ ആത്മാക്കളെ ഉപവാസം കഴിഞ്ഞ് ആലയത്തിനകത്ത് വരട്ടെ. സഫലമായ വാതിൽ ദൈവം തുറക്കട്ടെ. വലിയ വാതിൽ ദൈവം ദേശത്ത് തുറക്കട്ടെ. ആത്മാക്കളുടെ സഭയ്ക്കകത്ത് വരുന്ന വാതിൽ തുറക്കട്ടെ. ഒരുപാട് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വാതിലുകൾ ഈ ദേശത്ത് ദൈവം തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ദൈവം ചില വാതിലുകൾ തുറന്നിട്ടുണ്ട്. ആ വാതിലിന് മറ്റൊരു പേരുകളുണ്ട്. അത് അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൽ 27-ാം വാക്യം വായിക്കുമ്പോൾ ചേർത്ത് പഠിച്ചു വേണം പോകാൻ. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. വിശ്വാസത്തിന്റെ വാതിൽ. ഒന്ന് ദൈവത്തെ നല്ലപോലെ സ്തുതിക്കട്ടെ. ആ വാതിൽ അവൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വിശ്വാസത്താൽ ചില വാതിലുകൾ. പഠിക്കുന്ന കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളോട് പറയുന്നു, നീ യൂണിവേഴ്സിറ്റിയുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിച്ചോ. വിശ്വാസത്താൽ അവിടെ നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം വാതിൽ തുറച്ചോ. ചില ബിസിനസ്സിൽ നഷ്ടപ്പെട്ടു പോയതിന് പ്രാർത്ഥിച്ചോ. വിശ്വാസത്താൽ ദൈവം ചില വാതിലുകൾ തുറക്കുമോ. ആരാധിച്ചോ. അവൻ നിനക്ക് ലഭിക്കേണ്ട നന്മകൾ പിടിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. നീ പ്രാർത്ഥിച്ചോ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. വാതിലുകൾ തുറക്കുന്നവൻ വന്നിട്ടുണ്ട്. വാതിലുകൾ തുറക്കുന്നവൻ വന്നിട്ടുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ വന്നിട്ടുണ്ട്. സന്തോഷത്തോടെ സന്തോഷത്തോടെ ഇന്ന് രാത്രി ചില വാതിലുകൾ ചില വാതിലുകൾ ചില വാതിലുകൾ ചില വാതിലുകൾ ചില വാതിലുകൾ ചില വാതിലുകൾ ദൈവത്തെ സ്തോത്രം സ്തോത്രം പറ. വാക്യം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കണം. ആരെങ്കിലും ഈ ഇരിക്കുന്നതിന് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഇന്ന് രാത്രി വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ. ഏറ്റവും സിമ്പിളായ കാര്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവൻ അവൻ നിന്നോട് കൂടെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു തമ്പുരാ, നിന്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു തമ്പുരാ, നിന്റെ കൂടെ സ്നേഹം പങ്കിടാൻ ഇഷ്ടപ്പെടുന്നൊരു തമ്പുരാ. അതിന് നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിന്റെ ഹൃദയത്തിന്റെ വാതിലൊന്നും തുറന്നാൽ മതി. ഞാൻ ഈ വിഷയം ഒരിക്കലും ഒരു വലിയ കൺവെൻഷനിൽ പ്രസംഗിച്ചു. ഒരു 10,000 പേരുണ്ടായിരുന്ന എല്ലാവരും പ്രാർത്ഥന കേട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുക. അവിടുത്തെ പാസ്റ്റർ ഞങ്ങളെ ചെറുപ്പരുണ്ട്. പാസ്റ്ററെ ഒന്നും തോന്നല്ലേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അതിനാ ഞാൻ നിന്നു.
ആ മീറ്റിങ്ങിന് വന്ന പയ്യൻ ഒരു കോളേജിലോട്ട് പഠിക്കുന്നത് എന്നാന്ന് ചോദിച്ചു. പക്ഷെ ഈ യേശു നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ വന്ന് മുട്ടുന്നു എന്നൊരു വാക്യം പാസ്റ്റർ വായിച്ച് പ്രസംഗിച്ചില്ല. നമ്മളെ സൃഷ്ടിച്ച ദൈവമല്ലേ അത്? ഈ വാതിലിന്റെ ഹൃദയത്തിന്റെ വാതിലിന്റെ കുറ്റി കൊടുത്തും വെടി വെച്ചിരുന്നെങ്കിൽ ദൈവത്തിന് തുറക്കാറുണ്ട്. ദൈവത്തിന് വന്ന് മുട്ടുന്നു ചോദിക്കാണ്. നമ്മളെ സൃഷ്ടിച്ചാരാ? അപ്പൊ ഈ ഹൃദയം സൃഷ്ടിച്ചപ്പോഴേ ഈ കുറ്റിയും കൊടുത്ത് എവിടെ വെച്ചാൽ മതിയായിരുന്നു? പുറത്ത് വെച്ചിരുന്നെങ്കിൽ ഒന്നും മുട്ടേണ്ട ആവശ്യം. ദൈവത്തിന് തുറന്നു കയറല്ലോ. ഞാൻ പറഞ്ഞ് അറിഞ്ഞോണ്ട് വെക്കാതിരുന്നു. കാരണം ഒരു കുറ്റി കൊടുത്തും വെളിയിലായിരുന്നെങ്കിൽ യേശു തന്നെയല്ല, നാട്ടിലെ സകലാവിശാലും എന്റെ ഹൃദയത്തിന് കുറ്റി കൊടുത്തും വെളിയിലുണ്ട്. എന്നിട്ട് ചോദിച്ചാൽ നീ പറയും കുറ്റികളൊന്നും കൊണ്ട് വെളിയിൽ വെച്ചു എന്നെ കുറ്റം പറയുമ്പോ എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മളാരാ കുട്ടികൾ എന്ന് കർത്താവിന് നേരത്തെ അറിയാവുന്ന കുറ്റി കൊടുത്താന്ന് ചോദിച്ചു. നീ തുറന്നു കൊടുക്കാതെ ഒരു വിചാരം അകത്ത് കർത്തില്ല, യേശു അകത്ത് കർത്തില്ല. ദൈവത്തോട് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി നിന്റെ വാതിൽക്കൽ മുട്ടിട്ട് പറയുന്നു തുറന്നതാ, ഒന്ന് തുറന്നതാ. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്തേക്ക് വരാൻ ഈ ശബ്ദം എവിടെയെല്ലാം ഇരുന്ന് കേൾക്കുന്നു അവരോട് മുഴുവൻ കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ വാതിലിന്റെ സർവശക്തനായ ദൈവത്തിന് വേണ്ടി ഈ രാത്രി ഒന്ന് തുറന്നു കൊടുക്കുക. മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഒരു പ്രധാനപ്പെട്ട വാക്യം കൂടെ വായിക്കണം. വളരെ പ്രധാനമാണ്. നമ്മുടെ കൺവെൻഷൻ ഇന്ന് അവസാനിക്കട്ടെ. ഒരു പ്രത്യാശയുടെ തോതുകൂടെ പറഞ്ഞ് ഞാൻ നിങ്ങളെ പ്രാർത്ഥിച്ചയക്കാൻ വേണ്ടി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് അവസാന ഭാഗത്തേക്ക് നോക്കി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ കാണുന്ന ഈ കാഴ്ചകളെല്ലാം ലോകത്തിൽ കാണുമ്പോൾ അവൻ അടുക്കൽ തന്നെ വാതിൽക്കലെത്തിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈന്റെ നേരെ മിസൈലുകൾ അയക്കുമ്പോൾ, അവൻ ഗാസയിൽ നിന്ന് ഹമാസ് ഇസ്രായേലിന് നേരെ മിസൈലുകൾ അയക്കുമ്പോൾ, ഇസ്രായേൽ ലബാനോനിലും സിറിയയിലും തുർക്കിയിലും പല രാജ്യങ്ങളിലേക്ക് അവരുടെ വിമാനങ്ങൾ അയക്കുമ്പോൾ, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഈ പാത്രങ്ങളെ പോലെ ആകാശത്ത് പറക്കുമ്പോൾ, ബോംബും ഹൈഡ്രജൻ ബോംബും അവരെ അങ്ങനെ പല ബോംബുകളും പല സ്ഥലത്തും വീഴുമ്പോൾ, ഈ ജാതിയോട് രാജ്യത്തോട് എതിർക്കുമ്പോൾ, യുദ്ധങ്ങൾ നീ കാണുമ്പോൾ ഓർത്തോ, അവനെ അവനായി എന്ന് തിരിച്ചറിയുന്നവർ ഈ രാത്രി ആരാധിക്കണം. യേശു വരാനായി, എന്റെ യേശു വരാനായി, എന്റെ യേശു വരാനായി. ലോകസംഭവങ്ങൾ ആകാശത്തിന്റെ അടയാളങ്ങൾ കാണുമ്പോൾ, വെള്ളത്തിനകത്തെ അടയാളങ്ങൾ കാണുമ്പോൾ, ഈ പ്രളയങ്ങളെല്ലാം കാണുമ്പോൾ, ഈ ഭൂകമ്പങ്ങളെല്ലാം കാണുമ്പോൾ, ഈ മഹായുദ്ധങ്ങൾ കാണുമ്പോൾ, ഈ കൊടുക്കുരുതികളെല്ലാം കാണുമ്പോൾ, ഇന്ന് രാത്രി ഓർത്തോ, എന്റെ പ്രാണനാഥന്റെ വരവ്, യേശു വരാനായി. യേശുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ലോകം മുഴുവൻ കാണുക. ഇന്ന് രാത്രി വിളിച്ചു പറയുന്ന കർത്താവ് വരാനായി, കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നോക്കാം. യേശു വരും, യേശു വരും. ആരും പോകും എഴുതി വെച്ചു, രക്ഷിക്കപ്പെട്ടു. അർത്ഥാൽ യേശുവിനോട് പാപമേറ്റു പറഞ്ഞ്, അർത്ഥാൽ കാൽവരി കുലത്തളത്തിൽ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിക്കുകയും പിതാവായ ദൈവം യേശുവിനെ അവൻ മരിച്ചവരിൽ ഉയർപ്പിച്ച് എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ രക്ഷിക്കപ്പെടും.
ഉപദേശം നമ്പർ 1. 2, വിശ്വാസ സ്നാനം സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പാപസംബന്ധമായി മരിച്ച ഞാൻ ഒരു ഡെഡ് ബോഡിയാണ്. അത് കൊണ്ടു നടക്കരുത്, കുഴിച്ചിടണം. കുഴിച്ചിട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാതിരിക്കുന്നവരെ ഞാൻ വിളിക്കുന്നത് മൊബൈൽ മോർച്ചറി എന്നാണ് വിളിക്കുന്നത്. കാരണം അവർ പാപസംബന്ധമായി മരിച്ചിട്ടും ഇന്നും എന്ത് ചെയ്തിട്ടില്ല? കുഴിച്ചിട്ടിട്ടില്ല. അതാണ് മൊബൈൽ മോർച്ചറി. ഒന്ന്, രക്ഷിക്കപ്പെടണം. 2, വിശ്വാസ സ്നാനം സ്വീകരിക്കണം. 3, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. പ്രാപിച്ചില്ലെങ്കിൽ എന്താ പാസ്റ്ററെ? കുഴപ്പമൊന്നുമില്ല. കാറുകൾ ധരിക്കുമ്പോൾ 5-6 ഓക്സിജന്റെ കുറ്റിയും കൂടെ കരുതിക്കോണം മുകളിലോട്ട് പോകണം. കാരണം ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നവരെല്ലാം അവൻ ഓക്സിജന്റെ കുറ്റിയും കൊണ്ടാണ് പോകുന്നത്. കുറ്റിയിലെ ഓക്സിജൻ തീരുമ്പോൾ താഴോട്ട് വരും. എന്നാൽ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കൈകൂട്ടി ഒത്തിരി നിങ്ങളെ സ്നേഹിച്ച് ഐ ലവ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹിക്കാൻ പറയാം. അഭിഷേകം പ്രാപിക്കാത്തവർ യേശുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. ആമേൻ. 4, വേർപെടൽ. അതിനർത്ഥം എന്താ? പാപത്തിൽ നിന്ന് വേർപെടണം, ലോകം മോഹങ്ങളിൽ നിന്ന് വേർപെടണം, ലോക ഇമ്പങ്ങളിൽ നിന്ന് വേർപെടണം. ലോകം എനിക്കു വേണ്ട, ലോകത്തിൽ ഇമ്പം വേണ്ട, പോകണം യേശുവിൻ പാദം നോക്കി. അതാ വേർപാടെന്ന് പറയുന്നത്. നമ്പർ 5, തിരുമേശയിൽ പങ്കുചേരും. യേശുവിന്റെ ശരീരവും രക്തവും സംബന്ധിക്കുന്ന കർത്താവിന്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് പറഞ്ഞ തിരുമേശ. ഉപദേശം 5. ഉപദേശം 6, സത്യസഭയിൽ കൂട്ടായ്മ ആചരിക്കണം. ഉപദേശം 7, പ്രാർത്ഥന. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപെട്ട് തിരുമേശയിൽ പങ്കുചേർന്ന് പ്രാർത്ഥനയോടെ കൂട്ടായ്മയിൽ ആരാധിക്കുന്ന അടിസ്ഥാന ഉപദേശത്തിൽ വിശ്വസിച്ച്, ഇത് മുഴുവൻ അടിസ്ഥാന ഉപദേശം. അടുത്ത പത്യോപദേശം വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ കാത്തിരിക്കുന്നവർ കാഹളം ധരിക്കുമ്പോൾ എടുക്കപ്പെടും. അവർ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇത് സത്യമല്ല. എനിക്കിത് മറച്ചു വെക്കാൻ പറ്റില്ല, ഇത് കുറച്ചു പറയാനും പറ്റില്ല, ഇതിനോടൊന്നും കൂട്ടാനും പറ്റില്ല. ഇത് സത്യമല്ല. എല്ലാ കണ്ണുകളും എല്ലാ കണ്ണുകളും അടയ്ക്കണം. യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, നരകത്തിന്റെ വാതിലുകൾ അതിനെ ജയിക്കുകയില്ല. ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേര് പറയും, കർത്താവിന്റെ ദാസനെ, നാളെ കൺവെൻഷൻ ഇല്ലല്ലോ, ഇന്ന് തീരുകയല്ലേ, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ കരമുയർത്തി പിടിച്ചു. നിങ്ങൾ കരമുയർത്തി പിടിക്കുമ്പോൾ കർത്താവ് കൈകളത്തോടും നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അടിയനെ കരമുയർത്തി പിടിച്ചിരിക്കുക. എന്റെ കയ്യിലും കർത്താവ് തുറന്നില്ല. ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കണം. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണം. പോകാൻ പാടില്ലാത്ത വാതിലുകളുണ്ട്, തുറക്കാൻ പാടില്ലാത്ത വാതിലുകളുണ്ട്, നിങ്ങൾ തുറക്കേണ്ട വാതിലുകളുണ്ട്. തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ, അത് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ കൃപ നൽകണം. നിന്റെ മക്കളെ അനുഗ്രഹത്തോടെ കർത്താവ് അയച്ചിട്ട് ദേവദാസൻ കുടുംബത്തിനായി സ്തോത്രം. കർത്താവിടെ പാടി ആരാധിച്ച ടീമിനായി സ്തോത്രം. മീഡിയ ടീമിനായി സ്തോത്രം. സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കുമായി സ്തോത്രം. മഹത്വപ്പെടുക്കണം. അനുഗ്രഹത്തോടെ ഞങ്ങൾ അയക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം.
യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. God bless you, God bless you. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. Thank you.
ദിവസക്കാലം നമ്മോട് വളരെയധികം സന്ദേശം അറിയിച്ചു. ആത്മീയത്തിൽ നമ്മുടെ വലിയ ജീവിതത്തിൽ വലിയ ഹൃദയ കവാടങ്ങളെ കർത്താവിന് വേണ്ടി തുറക്കുവാനുള്ളതായ സന്ദേശം നൽകിയ കർത്താവിന്റെ സഭയുടെ പേരിലുള്ളതായ എല്ലാവിധ കൃതജ്ഞതയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോട് കൂടിയപ്പോൾ നമ്മുടെ തലകളെ വിളക്കി പ്രാർത്ഥിക്കും. ഈ രാത്രി നമ്മൾ കേട്ടു യേശു ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും ഉടയ്ക്കാൻ വേണ്ടി ഈ 7 ദിവസത്തെ ആരാധനയുടെ സമാപനത്തിൽ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ കുടുംബങ്ങളിൽ ചില വാതിലുകൾ കർത്താവ് തുറക്കും. കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. നമ്മുടെ സന്ദേശം നന്നായി കഴിയും. ഒന്നാമത് നമ്മൾ കർത്താവിനായി വാതിൽ തുറക്കും. അത് കഴിയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വാതിൽ തുറക്കും. വിശ്വസിക്കുന്ന കരങ്ങളെ അടിച്ച ആ 3 ദിവസത്തെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിച്ചു. ഞങ്ങൾ അങ്ങയോട് അപേക്ഷിച്ചു, യാചിച്ചു. ഞങ്ങൾക്ക് 7 ദിവസത്തെ ആരാധന ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയും കർത്താവേ ഹല്ലേലൂയ സുവിശേഷ മഹായോഗം നടത്തുവാൻ തന്ന വലിയ അവസരത്തിനായി സ്തോത്രം. ഈ 7 ദിവസം അങ്ങനെ സാധിച്ച് ഞങ്ങളോട് കൂടിയിരുന്നു. ഹല്ലേലൂയ 7 ദിവസവും അനുഗ്രഹീതമായ കാലാവസ്ഥ ഞങ്ങൾക്ക് ഇവിടെ തന്നു. ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ ദൈവമേ അങ്ങ് അയച്ചു. 7 ദിവസക്കാലം പകലും രാത്രിയിലും ദൈവത്തിനെ ശുശ്രൂഷിച്ച എല്ലാ കർത്തദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി ആരാധിച്ച അങ്ങയുടെ അഭിഷേകന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു. കൂടിയുള്ള ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മീഡിയയിലൂടെ ഈ ശബ്ദം ശ്രമിക്കുന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, തിരുവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഇതുവരെ യേശുവിന് വേണ്ടി ഹൃദയകവാടം തുറക്കാത്തവർക്ക് ഇവിടെ കൂടെ ഇവിടെ കേട്ട് മാധ്യമങ്ങളിലൂടെ അവിടെ അടുക്കലെത്തിയ ആ ദൂതവർക്ക് രക്ഷയായി തീരുവാനിടയാക്കണം. വിശേഷിച്ചാൽ ഈ 3 ദിവസക്കാലം ശക്തമേറിയ ആത്മനിറവിലുള്ള ദൂതറിയിച്ച ഞങ്ങളുടെ വലിയ ദൈവത്തിനായി സ്തോത്രം. അതേ കൂടുതലായി അനുഗ്രഹിക്കണമേ. വാഹനയാത്രയിൽ കാത്തുരക്ഷിക്കണമേ. തന്റെ സഭയെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ ഞങ്ങളെ ഇപ്പോൾ പറഞ്ഞേക്കണമേ. ഭവനങ്ങളിലെത്തോളം കാത്തുരക്ഷിക്കണം. വാഹനയാത്രയിൽ കൂടെ ഇരിക്കണം. അവർ ഭവനങ്ങളിലെത്തോളം പ്രകൃതി അനുഗ്രഹിക്കണം. ദൈവകരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേക്കുന്നു. യേശുവിന്റെ പേരിൽ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. ആശീർവാദം കേൾക്കണം. നമ്മുടെ കർത്താവ് രക്ഷിതവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശീർവദിക്കുന്ന പരിശുദ്ധ നമ്മുടെ കൂട്ടായ്മ സഹവാസം കാണും. നമ്മുടെ ഇവരോടും പ്രാർത്ഥിച്ച ആസക്ഷികളോട് കേട്ട ദൈവാലോചന കൂടും. കർത്താവിന്റെ കൃപയും സമാധാനം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ ദൈവമേ ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സഭയുടെ വാസം എന്നതിലെ നിങ്ങളെ ഞാൻ വന്ദനം അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇനി പിള്ളേരുടെ അടിപൊളി ആരെ എന്താ